ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും നല്ല ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എക്സാം അടുത്തത് കൊണ്ടായിരിക്കാം അല്ലേ? എല്ലാവരും ആ ടോപ്പിക് എടുത്തരോ, ഈ ടോപ്പിക് എടുത്തരോ, ഇത് റിവിഷൻ ചെയ്ത് തരോ അല്ലേ? എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ടെൻഷൻ നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല, നമുക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചതും കൂടി മറന്നു പോകും. നമുക്ക് പഠിച്ചതൊന്നും തലയിൽ കയറാത്തൊരു തോന്നലായിരിക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ വളരെ റിലാക്സ് ചെയ്ത് പഠിക്കുക, എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പറയാൻ എളുപ്പമാണല്ലേ, അത് നമ്മളായ എക്സാമിൻ്റെ അടുത്ത് വരുന്ന ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും നന്നായി എഴുതാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക. ഇത്തവണ തന്നെ എന്തായാലും ഞാൻ ലിസ്റ്റിൽ കയറിയിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ എക്സാമിന് പോകാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് മെമ്മറി വരെയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു നിർത്തിയത് മെമ്മറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിനെ കുറിച്ചിട്ടും സെക്കൻഡറി മെമ്മറിനെ കുറിച്ചും പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രൈമറി മെമ്മറി റാമും റോമാണ്, അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി മെമ്മറിനെ തന്നെ നമുക്ക് മാഗ്നറ്റിക് മെമ്മറി, അതുപോലെ ഒപ്റ്റിക് മെമ്മറി എന്ന്, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി എന്നൊക്കെ നമുക്ക് തിരിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറും ഇതുപോലെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്ക് അതിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ നമ്മൾ അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട് അല്ലേ, നമ്മൾ അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നനുസരിച്ചൊക്കെ നമുക്ക് അതിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. എന്തായിട്ട്? ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മനസ്സിൽ കയറിയോ? നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് ആവശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ. നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? സോഫ്റ്റ്വെയർ വേണം. നമ്മുടെ ഇപ്പോൾ ഫോൺ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അതിലൊരു സോഫ്റ്റ്വെയർ വേണം അല്ലേ? അപ്പോൾ അതുപോലെ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതിനെ തന്നെ നമുക്ക് രണ്ടാക്കി തിരിക്കാൻ പറ്റും. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഒന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് തന്നെ സോഫ്റ്റ്വെയറിനെ രണ്ടായി തിരിച്ചു നമ്മൾ, സിസ്റ്റം സോഫ്റ്റ്വെയറും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടില്ലേ, ഒരു അപ്ലിക്കേഷൻ വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെ നമ്മൾ നാലായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? നാല്. നിങ്ങൾ ആ ഇമേജിൽ ചിലപ്പോൾ മൂന്നായിട്ടേ കാണുള്ളൂ, പക്ഷെ ശരിക്കും നാലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. നമ്മളൊരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ ഈ ഇതിൽ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എടുത്തുകൊണ്ട് വന്ന് റാമിൽ വെക്കുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് അല്ലേ? നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എടുത്തുകൊണ്ട് വന്ന് റാമിൽ വെക്കുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അങ്ങനെ റാമിൽ വെച്ചതിന് ശേഷം മാത്രമേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുള്ളൂ. കാരണം എന്താ? കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് യൂട്ടിലിറ്റി പ്രോഗ്രാംസുകൾ എന്ന് വെച്ചാൽ ഒരുപാട് യൂട്ടിലിറ്റി പ്രോഗ്രാംസുകളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നമുക്കിപ്പോൾ ഫയലുകൾ മാനേജ് ചെയ്യണം അല്ലേ? പലതരത്തിലുള്ള ഫയലുകളുണ്ട്, ഫയലുകൾ മാനേജ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു ഫയൽ അയക്കണം. ആ ഫയലിന് നല്ല വലിയ സൈസ് ഉണ്ടെന്ന് വിചാരിക്കുക, നല്ല കൂടിയ സൈസ് ഉണ്ടെങ്കിൽ നമുക്കത് കംപ്രസ് ചെയ്ത് അയക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കംപ്രഷൻ ടൂളുകൾ അതൊക്കെ നമ്മുടെ യൂട്ടിലിറ്റി പ്രോഗ്രാംസിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നമ്മുടെ ആന്റി വൈറസുകൾ, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിലും ഒരു മൊബൈലിലാണെങ്കിലും ഒക്കെ എന്തുണ്ടാവും? എപ്പോഴും ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ചെയ്യും. അതൊക്കെ എന്തിലാണ് വരുന്നത്? അതൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫയൽ മാനേജ്മെന്റ്, വൈറസ് ക്ലീനപ്പുകൾ, അതുപോലെ ഡിസ്ക് ക്ലീനപ്പുകൾ, കംപ്രഷൻ ടൂൾസുകൾ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസുകളാണ്. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അത്യാവശ്യം വേണ്ട പ്രോഗ്രാംസ് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് പ്രോസസ്സർ, അതിലില്ല. ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് 0 and 1 അല്ലേ? 0യും 1ഉം മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അതാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അതാണോ? അല്ലല്ലോ. നമ്മൾ കൊടുക്കുന്നത് മെഷീൻ ലാംഗ്വേജ് അല്ല. നമ്മൾ കൊടുക്കുന്നത്, നമ്മളിപ്പോൾ പറയാം, നമുക്ക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ പറയാം, നമ്മളെല്ലാവരും ഹൈ ലെവൽ ലാംഗ്വേജിലാണ് കൊടുക്കുക. ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും നമ്മൾ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അല്ലേ? അപ്പം ഈ ഇൻസ്ട്രക്ഷൻസിന് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്യുന്ന ആൾ അല്ലേ? ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത് 3 ആൾക്കാരാണ്. ഒന്ന് കമ്പൈലർ, പിന്നൊന്ന് ഇന്റർപ്രറ്റർ, പിന്നൊന്ന് അസംബ്ലർ.
അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേറൊരു ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ്. ആ അസംബ്ലി ലാംഗ്വേജിനെ ഈ മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, ഈ അസംബ്ലർ എന്ന് പറയുന്നത്. പിന്നെ ഈ കമ്പൈലർ ആണെങ്കിലും ഇന്റർപ്രറ്റർ ആണെങ്കിലും എന്താണ് ചെയ്യുന്നത്, ഈ ഹൈ ലെവൽ ലാംഗ്വേജിനൊക്കെ നമ്മുടെ ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളുകളാണ് ഈ കമ്പൈലറും ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇന്റർപ്രിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ഒരു ലൈൻ മാറ്റി, അപ്പൊ അതിലെന്തെങ്കിലും ആ ലൈനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അപ്പൊ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ മാറ്റി, എന്നിട്ട് അതിലെന്തെങ്കിലും ആ ലൈനിൽ നമ്മൾ കൊടുത്ത ആ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം കാണിച്ചു തരും. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ആ ഉണ്ടല്ലോ ഫസ്റ്റ് തന്നെ ഇന്ന് പറയുമ്പോൾ ലൈൻ അല്ലെ, ലൈൻ എന്ന് പറയുമ്പോഴും IN വരുന്നുണ്ടല്ലേ. അപ്പൊ ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ മാറ്റുന്ന ആളാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. എന്നാൽ കമ്പൈലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കമ്പൈലർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. അതായത് നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലൈൻ ബൈ ലൈൻ ഒന്നല്ല, മൊത്തം പ്രോഗ്രാമിനെ എന്തിലേക്ക് മാറ്റും, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. അങ്ങനെ മൊത്തം പ്രോഗ്രാമിനെ മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും ഇന്ന ലൈനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മളത് കാണിച്ചു തരും. മനസ്സിലായ? അതിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയാം. ഇത് എന്തിലാണ് ഉൾപ്പെടുന്നത്? ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് ഡിവൈസ് ഡ്രൈവർ. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു പ്രിന്ററോ സ്കാനറോ കൊണ്ടുവന്ന് കുത്താണ്. ഈ പ്രിന്റർ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനെ പരിചയമില്ല, ഈ പ്രിന്ററിനെയും പരിചയമില്ല, ഈ സ്കാനറിനെയും പരിചയമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുക. ഒരു ഡിവൈസിനെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അല്ലെ, അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുക. മനസ്സിലായി? അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ 4 എണ്ണം ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ 4 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി പ്രോഗ്രാംസുകൾ. യൂട്ടിലിറ്റി പ്രോഗ്രാംസ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു യൂസിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിൽ അത്യാവശ്യമാണ് ആ പ്രോഗ്രാംസുകൾ അല്ലെ. ഫയൽ മാനേജ് ചെയ്യണം, നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫയലുകളൊക്കെ മാനേജ് ചെയ്യാനല്ലേ. അപ്പൊ ഫയൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറസ് ക്ലീനപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മളെ ഡ്രൈവുകൾ അല്ലെ, ഡിസ്കുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, കംപ്രഷൻ ടൂൾസുകൾ അല്ലെ. ഇതൊക്കെ എന്താണ്? അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയാം. ലാംഗ്വേജ് പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജിനെ മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം കമ്പ്യൂട്ടറിന് എന്ത് മാത്രം മനസ്സിലാവുള്ളൂ, മെഷീൻ ലാംഗ്വേജ് മാത്രം മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ്, ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി കമ്പൈലറും ഉപയോഗിക്കാം, ഇന്റർപ്രറ്ററും ഉപയോഗിക്കാം. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആണ് മാറ്റുക. കമ്പൈലർ എന്ന് പറഞ്ഞാൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോഗ്രാമിനെ നേരെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആളാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആയില്ലേ? ഇനി പിന്നെ ഡിവൈസ് ഡ്രൈവറും പറഞ്ഞില്ലേ. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്ട്രാ ഏതെങ്കിലും ഡിവൈസ് ഇപ്പൊ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് കുത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ലാപ്ടോപ്പിലാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിന് പരിചയമില്ല അല്ലെ ഇയാൾ. അപ്പൊ നമുക്ക് ഏത് പ്രിന്റർ വേണമെങ്കിലും കൊണ്ടുവന്ന് അതിൽ കുത്താം. അപ്പൊ ആ മൂപ്പർക്ക് അയാളെ പരിചയമില്ല. അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിവൈസ് ഡ്രൈവർ എന്ന് പറയാം. ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമുക്കൊരു ബയോഡാറ്റ എന്താണ്, ഒരു ബയോഡാറ്റ തയ്യാറാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു മൂവി കാണണം അല്ലെ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലാണ് വരാം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാൻ സാധിക്കും. ഒന്ന് ജനറൽ പർപ്പസ് എന്നും രണ്ടാമത്തത് സ്പെസിഫിക് പർപ്പസ് എന്നും. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്നും അതുപോലെ സ്പെസിഫിക് പർപ്പസ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നത്, മറ്റേതാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം തന്നെ ഈ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ പറയാം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേത് കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് സ്പെസിഫിക് പർപ്പസ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ഫിലിം ഇപ്പോൾ കാണാൻ ഏതെങ്കിലും സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരായിരിക്കില്ലേ. അപ്പൊ ഈ ഓൺലൈൻ ടിക്കറ്റുകളെല്ലാം മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ ടിക്കറ്റുകൾ കൗണ്ട് ചെയ്യാൻ, അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക. ആ സോഫ്റ്റ്വെയർ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അതെന്താണ്, ഒരു തിയേറ്റർ നടത്തുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമുള്ളൂ.
അതേപോലെ തന്നെ ഇപ്പോൾ ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണല്ലേ ടാലി എന്ന് പറയുന്നത്. ഇപ്പം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക്, അതായത് ഇപ്പോൾ ഒരു സയന്റിസ്റ്റിനോ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ പഠിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കോ എന്താവശ്യമില്ല, ടാലിയുടെ സോഫ്റ്റ്വെയർ വാങ്ങിച്ച് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അക്കൗണ്ടിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ സോഫ്റ്റ്വെയർ ആവശ്യമുള്ളൂ അല്ലേ. അതേപോലെ തന്നെ ഒരു സ്കൂളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കില്ല നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, ഒരു സ്കൂളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വ്യത്യാസമായിരിക്കില്ല, അവിടുത്തെ കുട്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസിൽ അതായിരിക്കണം എന്നില്ല. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് റിസർവേഷന് വേണ്ടി അല്ലെ ടിക്കറ്റ് റിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടേക്ക് മാത്രമാണ് അല്ലെ. അതുപോലെ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ, പലതരത്തിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്. ആ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്താണ്, ഷോപ്പുകളിൽ ആ ബില്ലിംഗ് ചെയ്യേണ്ട സ്ഥാപനങ്ങളിലേ അതിന്റെ ആവശ്യമുള്ളൂ, എല്ലാത്തോടത്തും അതിന്റെ ആവശ്യമില്ല. അപ്പൊ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രം, അത് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കില്ല, അത് ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്ലിയർ ആയിട്ട്? ഇനി അടുത്തത് ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ്, ജനറൽ ആയിട്ടുള്ള എല്ലാ പർപ്പസിനും വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നമുക്ക് അതില്ലാതെയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കണം, ഒരു സിനിമ കാണണം അല്ലേ. ഇപ്പൊ സിനിമ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും മിക്കവരും ഇപ്പോൾ VLC പ്ലെയർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു PDF എഡിറ്റ് ചെയ്യാനോ PDF റീഡ് ചെയ്യാനോ വേണ്ടി നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ല, വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി നമുക്കൊരു ബയോഡാറ്റ തയ്യാറാക്കണം അല്ലെ, അതിന് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. ഇതൊക്കെ എന്താണ്, അതൊക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ്. എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ് അതൊക്കെ. സ്പെസിഫിക് പർപ്പസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ ആയിട്ട് അല്ലെ, ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ വേർഡ് പ്രോസസ്സിംഗ്, പവർ പോയിന്റ് പ്രസന്റേഷൻ, ഇങ്ങനത്തെ, അതുപോലെ തന്നെ ഇപ്പോൾ ഓഡിയോ പ്ലെയർ, വീഡിയോ പ്ലെയർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമ്മൾ ആദ്യം തന്നെ സോഫ്റ്റ്വെയറിനെ രണ്ടായി തിരിച്ചു. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും പിന്നൊന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെ നമ്മൾ പിന്നെ 4 ആയിട്ട് തിരിച്ചു അല്ലെ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ വീണ്ടും 4 ആയി തിരിച്ചു. ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് തിരിച്ചു, ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞ് തിരിച്ചു, യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് തിരിച്ചു, ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെ, ലാംഗ്വേജ് പ്രോസസ്സർ എന്നും കൂടി തിരിച്ചു. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം പ്രവർത്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞാൽ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട മറ്റ് പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഫയൽ മാനേജ്മെന്റിന്, വൈറസ് ക്ലീനപ്പിന്, അതുപോലെ ഡിസ്ക് ക്ലീനപ്പിന്, കംപ്രഷൻ ടൂൾസുകൾ, ഇതെല്ലാം തന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസുകൾ. അതില്ലാതെയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും, പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട മറ്റ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ എന്ന് പറയാം. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഡിവൈസിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അല്ലെ. ഒരു പുതിയൊരു ഡിവൈസ് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുക. ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് എന്ത് മാത്രം മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രം മനസ്സിലാവുള്ളൂ. അത് 0 and 1s ആണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ കോഡിലേക്ക് മാറ്റാനുള്ളതാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞത്. അതിനെ തന്നെ നമ്മൾ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, അസംബ്ലർ ഉണ്ട്. അത് 3ഉം പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു അപ്ലിക്കേഷന് നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുക. അപ്ലിക്കേഷൻസ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തന്നെ നമ്മൾ 2 ആയി തിരിച്ചു. ജനറൽ പർപ്പസ് എന്നും സ്പെസിഫിക് പർപ്പസ് എന്നും അല്ല, ജനറൽ പർപ്പസ് എന്നും സ്പെസിഫിക് പർപ്പസ് എന്നും. സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്, അതായത് ചിലർ മാത്രം എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കും. ഇപ്പോൾ HR മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, HR മാനേജ്മെന്റ് എന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അത് ആവശ്യമുള്ളൂ. അതേപോലെ പേറോൾ സിസ്റ്റംസ്, ഇപ്പം നമ്മുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പേറോൾ സിസ്റ്റംസ് ഉണ്ട്. അതെന്താണ്? അതൊരു കമ്പനിക്കോ മറ്റേ അങ്ങനത്തെ എന്തെങ്കിലും ഓർഗനൈസേഷനോ അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പലതരം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞത്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻസ്, ഒരു പ്രത്യേക അപ്ലിക്കേഷന് വേണ്ടി തന്നെ, പക്ഷെ അത് ജനറൽ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാൻ, ഓഡിയോ പ്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ PDF റീഡ് ചെയ്യാൻ, അതിനെല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത്. വേർഡ് പ്രോസസ്സിങ്ങുകൾ, സ്പ്രെഡ്ഷീറ്റുകൾ, എല്ലാതും എന്തിൽ വരും? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളിൽ വരും. ഈ ഭാഗം ക്ലിയർ ആയില്ലേ? പക്ഷേ ഇതിനേക്കാട്ടെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത് ഇതിൻ്റെ എക്സാമ്പിളുകളാണ്.
അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നിട്ട് ഇതിലേതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിലേതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഏതൊക്കെയാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ പെടുന്നത്, ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പെടുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഇനി പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് വെബ് ബ്രൗസറുകൾ, ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിനുകൾ, അല്ല ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതലും PSC ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം തന്നെ നല്ല ഫെമിലിയർ ആയിട്ടിരിക്കുക. അതായത് നന്നായിട്ട് അത് പേര് ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് പരിചയമുള്ള ഒരാൾക്കാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലാത്തൊരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കൃത്യമായി എഴുതി വെച്ച് പഠിക്കുക. അതിന് പഠിക്കാൻ തന്നെ സമയമെടുക്കണം. അല്ലാത്തൊരാൾക്ക് അത് പഠിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ മൈക്രോസോഫ്റ്റ് അല്ലേ, മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണല്ലോ. അതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് മുമ്പ് അവർ MS DOS എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് DOS അല്ലേ, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡോസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ടല്ലോ. അതിപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല. അതും മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ്. MS DOS എന്നുള്ളത് മൈക്രോസോഫ്റ്റ് ഡോസ് അല്ലേ. ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വിൻഡോസും പിന്നൊന്ന് ഡോസും അല്ലേ, MS DOSും. ഇനി ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മാക് OS ആണ്. മാക് OS ആണ് നമ്മൾ സാധാരണ ആപ്പിളിൻ്റെ നമ്മളെ ലാപ്ടോപ്പുകളിലും കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ വെബ് ബ്രൗസർ ആണ് അല്ലേ, ഗൂഗിൾ ക്രോം എന്നുള്ളത്. അതേപോലെ ഇതിൻ്റെ ഗൂഗിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്, ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതേപോലെ തന്നെ ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ടത് ഗ്ലൂ ലിനക്സ്, പിന്നെ അതുപോലെ ഉബുണ്ടു, പിന്നെ IT@SCHOOL എന്നുള്ളത്. അത് IT@SCHOOL എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇതിലെ കേരളത്തിൽ സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ IT@SCHOOL എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ പഠിച്ചു വെക്കേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഇതേപോലെ തന്നെ ഇത് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. മൊബൈലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഐഫോണിന്റെ ആണെങ്കിൽ iOS എന്നുള്ളതാണ് ഐഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് എന്നുള്ളത് ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. അതേപോലെ തന്നെ KaiOS, അതുപോലെ ടൈസൺ എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഫോണുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെച്ച് കൃത്യമായി പഠിക്കുക. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എഴുതി വെച്ച് പഠിക്കുക. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ ജനറൽ പർപ്പസ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അതിൽ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ് സാധാരണ PSC ചോദിക്കാറുള്ളൂ. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൽ വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ട് വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറുകൾ, ഇമേജ് എഡിറ്റർ, ഓഡിയോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ ഒക്കെ നമ്മൾ അത്യാവശ്യം കോമൺ ആയിട്ട് നമുക്ക് കേൾക്കാറുള്ള എല്ലാതും നമ്മൾ പഠിച്ചു വെക്കണം, ശ്രദ്ധിച്ചു വെക്കണം. വേർഡ് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഏതാണ്? MS വേർഡ് ആണ് അല്ലേ, MS വേർഡ്. ഇനി അത് ലിനക്സിലാണെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നും തരാം. ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ, അതാണ് ലിനക്സിൻ്റെ എന്നുള്ളത്. ഇനി അത് ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ഐ വർക്ക് പേജ്, അതായത് ഐഫോൺ എന്നല്ല ആപ്പിളിൻ്റെ ആണെങ്കിൽ ഐ വർക്ക് പേജ് എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ ആണെങ്കിൽ ഗൂഗിൾ ഡോക്ക് എന്നാണ് പറയുക, ഗൂഗിൾ ഡോക്ക്. ഇപ്പം ഞാനിതിങ്ങനെ വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒരു തവണ കേൾക്കുന്നത് കൊണ്ട് മനസ്സിലാവാൻ പോണില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് MS വേർഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ലിനക്സിൽ ഉപയോഗിക്കുന്ന, ലിനക്സ് ഒക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ് ലിബ്രെ ഓഫീസ് റൈറ്റർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയും. അതുപോലെ ആപ്പിളിൻ്റെ ആണെങ്കിൽ ഐ വർക്ക് പേജ് എന്നുള്ളതാണ്, പേജസ് എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ ആകുമ്പോൾ ഗൂഗിൾ ഡോക്ക് എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? വേർഡ് പ്രോസസ്സറിന് എക്സാമ്പിളുകളാണ്. ഇതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് പഠിക്കണം. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ MS Excel ആണ്, അതുപോലെ ഓപ്പൺ ഓഫീസ് കാൽക്ക്. നമ്മൾ നേരത്തെ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറഞ്ഞതിന് പകരം സ്പ്രെഡ്ഷീറ്റ് ആകുമ്പോൾ ഓപ്പൺ ഓഫീസ് കാൽക്കാണ് ലിനക്സിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ ഐ വർക്ക് പേജ് എന്ന് പറഞ്ഞില്ലേ, ഐ വർക്ക് പേജ് എന്നുള്ളത് ആപ്പിളിൻ്റെ വേർഡ് പ്രോസസ്സർ ആണ്. അതുപോലെ തന്നെ ആപ്പിളിൽ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ആണ് ഐ വർക്ക് നമ്പർ എന്നുള്ളത്. നേരത്തെ ഗൂഗിൾ ഡോക്ക് പറഞ്ഞില്ല, അതേപോലെ ഗൂഗിൾ ഷീറ്റ് ആണ് സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുക. ഗൂഗിളിൻ്റെത് ഏതാണ്? ഗൂഗിൾ ഷീറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടേബിൾ വരച്ച് വെച്ച് പഠിക്കുക. ഞാനത് ഷെയർ ചെയ്യുക. അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു പോയാൽ ഇതൊക്കെ പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനും ആകെ കൂടി ഒരു വെപ്രാളം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ദിവസവും കുറച്ച് നേരം
ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെത്താൻ അത് ഓർമ്മ നിന്നോളും. ഇനി നമ്മൾ പറയുന്നത് ഈ സോഫ്റ്റ്വെയറിനെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ, അതെന്തിനു ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിനെ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ തിരിച്ചത്. അതല്ലാതെ ഇതിൻ്റെ ഷെയറബിലിറ്റി അല്ലെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചില സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും അതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ സോഴ്സ് ആണ്. ചിലത് ക്ലോസ്ഡ് ആണ്. അതായത് അങ്ങനെ നമുക്ക് തോന്നിയ പോലെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, നമ്മളത് പണം അടച്ച് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമുക്കതിൽ അതിൻ്റെ കോഡുകളിലൊന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല, നമുക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കില്ല. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ നമ്മൾ ക്ലോസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയും, ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഷെയറബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറുകളെ വീണ്ടും 4ആയി തിരിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകളെ അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നേരത്തെ പറഞ്ഞതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോഫ്റ്റ്വെയറിനെ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻസിനനുസരിച്ചിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും തിരിച്ചു. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെ നമ്മൾ എന്തൊക്കെയായി തിരിച്ചു, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, ലാംഗ്വേജ് പ്രോസസ്സർ, ഡിവൈസ് ഡ്രൈവർ എന്ന് തിരിച്ചു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ തന്നെ നമ്മൾ 2ആയി തിരിച്ചു. എന്തൊക്കെ, ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്നും അതുപോലെ സ്പെഷ്യൽ പർപ്പസ് എന്നും അല്ലെ, സ്പെസിഫിക് പർപ്പസ് എന്നും പറഞ്ഞ് തിരിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിന് അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, നമുക്കത് എങ്ങനെ ലഭ്യമാകുന്നു എന്നതിനനുസരിച്ചിട്ട് 4ആക്കി തിരിക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് ലഭ്യമാകുന്നു എന്നതിനനുസരിച്ച് 4ആക്കി തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ആ പേരിൽ തന്നെ കിട്ടില്ലേ, ഓപ്പൺ ആണ് അത്. അതായത് എല്ലാവർക്കും ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഉപയോഗിക്കാം. നമുക്കതിൻ്റെ നമ്മുടെ പ്രോഗ്രാംസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമുക്ക് പുതിയ വേർഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും നമ്മൾ എപ്പോഴും പറയാം, ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ എക്സാമ്പിൾ പറയുക ലിനക്സ് ആണ് അല്ലേ. കാരണം ലിനക്സ് നമുക്ക് ഫ്രീ ആണ്. അതായത് അവർക്ക് ഒരിക്കലും ലാഭത്തെ ബേസ് ചെയ്തിട്ടല്ല അവരുണ്ടാക്കി, ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിന് പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ലാഭത്തിന് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അത് ഫ്രീ ആണ് യൂസ് ചെയ്യാൻ, ഫ്രീഡം ഓഫ് യൂസ് അല്ലേ. നമുക്ക് ഫ്രീഡം ടു യൂസ്, നമുക്കത് യൂസ് ചെയ്യാനും ഫ്രീ ആണ്, നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇനി നമ്മൾ മോഡിഫൈ ചെയ്ത വേർഷൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല. നമ്മൾ IT@School എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് IT@School എന്നുള്ളത്. അത് ഈ ലിനക്സിന്റെ തന്നെ മറ്റൊരു വേർഷനാണ്. നമ്മൾ ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞു, ഈ ബോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ലിനക്സിൽ നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഓപ്പൺ സോഴ്സ് ആണ് അല്ലേ. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സോഴ്സ് ആണ്. അതുപോലെ ഒരുപാട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മൾ ഫയർഫോക്സ് ഇല്ലേ, ഫയർഫോക്സ് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ VLC പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. നമുക്കത് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം, നമുക്കതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ വെർഷൻ ഉണ്ടാക്കാം, നമുക്കത് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഇനി ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ പണം അടച്ച് നമുക്കത് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. അതായത് അതിനൊരു മുതലാളി ഉണ്ടായിരിക്കും അല്ലെ, അതിനൊരു മുതലാളി ഉണ്ടായിരിക്കും. ആ മുതലാളി എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇറക്കിയിട്ടുണ്ടാവാം, അയാളുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരിക്കലും ഒരു ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. അത് അയാളുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പണം അടച്ച് വാങ്ങേണ്ടതായിട്ട് വരും. നമുക്ക് ഒരിക്കൽ അതിൽ എഡിറ്റ് ചെയ്യാനോ അതിൽ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. നമ്മൾ വാങ്ങിക്കുക, നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അതായത് ഒരാൾ വാങ്ങിക്കുക, ഇപ്പം നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാം, അതല്ല, പണം അടച്ച് വാങ്ങിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ എല്ലാ വേർഷൻസും എന്താണ്, എല്ലാതും ക്ലോസ്ഡ് സോഴ്സ് ആണ്. നമ്മൾ പണം അടച്ചിട്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന് തന്നെ വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, എല്ലാ സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, എല്ലാതും ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറുകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു വേർഷൻ എന്ന് പറയുന്നത് ഫ്രീ വെയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഓപ്പൺ സോഴ്സ് പറഞ്ഞു, ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറുകൾ പറഞ്ഞു. ഇപ്പോൾ പറയാൻ ശ്രദ്ധിക്കുക, ഫ്രീ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ തരും അല്ലേ. ഫ്രീ ആയിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തരും.
പക്ഷെ അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ലാഭം ഉണ്ടായിരിക്കും. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് തരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു കോഡിന് വേണ്ടി പറയാണ്, ഫ്രീ വയർ നമുക്ക് ഫ്രീ ആയിട്ട് തരണം, പക്ഷെ അവർക്ക് അതുകൊണ്ട് ലാഭമുണ്ട്. അതായത് അതിന് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, അതേപോലെ യൂട്യൂബ് അല്ലേ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. വാട്സപ്പ് നമ്മൾ ഇതിനൊക്കെ പണം അടച്ചിട്ടാണോ? നമ്മൾ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പണം അടച്ചിട്ടാണോ ഡൗൺലോഡ് ചെയ്യുന്നത്? ഫേസ്ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പണം അടച്ചിട്ടാണോ ഡൗൺലോഡ് ചെയ്യുന്നത്? അല്ല. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് ലാഭമുണ്ട് ഇല്ലേ? പക്ഷെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമുക്കൊരിക്കലും അതിന്റെ കോഡുകളിലൊന്നും തന്നെ മാറ്റം വരുത്താനൊന്നും സാധിക്കില്ല. നമുക്കത് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. നമുക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ കോഡിലോ അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ പാടില്ല. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്, പക്ഷെ അതുകൊണ്ട് അവർക്ക് ലാഭമുണ്ട്, നമുക്കൊരിക്കലും അതിൽ എഡിറ്റ് ചെയ്യാനും സാധിക്കില്ല. അങ്ങനത്താണ് നമ്മൾ ഫ്രീ വെയർ എന്ന് പറയുക. അപ്പൊ ഈ 3 നിങ്ങളുടെ മനസ്സിൽ ഓക്കെയോ? ആദ്യം തന്നെ ഓപ്പൺ സോഴ്സ്, ഫുൾ ഓപ്പൺ ആണ്, നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് എന്ത് ഫ്രീ, നമ്മുടെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറുകൾ എന്നും പറയാം. ഫ്രീ സോഫ്റ്റ്വെയർ കാരണം ഫുൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ, ഫ്രീ സോഫ്റ്റ്വെയർ എന്നും പറയാം, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നും പറയാം. രണ്ടാമത് പറഞ്ഞത് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് പറഞ്ഞത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണം അടച്ച് മാത്രം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അതിനൊരു മുതലാളി ഉണ്ടായിരിക്കില്ല. മുതലാളി നമ്മൾ എന്ത് പറയാൻ സാധിക്കും? പ്രൊപ്പറേറ്റർ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും. ഒരു മുതലാളി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, മുതലാളിനെ നമ്മൾ പറയില്ലേ, പ്രൊപ്പറേറ്റർ എന്ന് പറയില്ലേ, അതുപോലെ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് ഈ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയറിനെ വിളിക്കാൻ സാധിക്കും. അത് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പണം അടച്ച് മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും അതിന്റെ ഒരു കോഡിലും മാറ്റം വരുത്താനോ എഡിറ്റ് ചെയ്യാനോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നിനും തന്നെ സാധിക്കില്ല. അതിന് എക്സാമ്പിളാണ് നമ്മൾ വിൻഡോസിന്റെ പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് 3-മതായി പറഞ്ഞത് ഫ്രീ വയർ. വെറും ഫ്രീ അല്ല, ഫ്രീ വയർ. ഫ്രീ വയർ സോഫ്റ്റ്വെയറുകൾ എന്ന് വെച്ചാൽ നമുക്കത് ഫ്രീ ആണ്, പക്ഷെ നമുക്ക് അതിന്റെ കോഡിലൊന്നും തന്നെ മാറ്റം വരുത്താൻ സാധിക്കില്ല. നമ്മൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് ലാഭമുണ്ട് അല്ലെ. അതിന് എക്സാമ്പിളാണ് നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇപ്പൊ ബാക്കി എല്ലാ സാധനങ്ങളും അല്ലെ, ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇതിന് എക്സാമ്പിളാണ് ഫ്രീ വയറിന്. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷെയർ വെയർ അല്ലെങ്കിൽ ഒരു ട്രയൽ വെയർ എന്ന് പറയാം. ഷെയർ വെയർ അഥവാ ട്രയൽ വെയർ. ഷെയർ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാണ്, നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കത് ഷെയർ ചെയ്ത് തരാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രയൽ വെയർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ പല ഇതുകളും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ, നമുക്ക് ഫോണിലൊക്കെ ലഭ്യമാകുന്ന പല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളും കുറച്ച് നാളേക്ക് ഫ്രീ ആയിരിക്കും. അത് ഫ്രീ കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പേയ്മെന്റ് അടക്കേണ്ടി വരും അല്ലെ. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കുറച്ച് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വേണമെങ്കിൽ, എല്ലാ ഫീച്ചേഴ്സിനല്ല ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പണം അടയ്ക്കണം അല്ലെ. ഇപ്പൊ ചില സോഫ്റ്റ്വെയറുകൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിരിക്കും, പക്ഷെ അതിൽ കുറെ ഫീച്ചേഴ്സ് അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഷെയർ വെയർ അഥവാ ട്രയൽ വെയർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഷെയറബിലിറ്റി അല്ലെങ്കിൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ 4 സോഫ്റ്റ്വെയറിനെ വീണ്ടും തിരിച്ചു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അഥവാ ഫ്രീ സോഫ്റ്റ്വെയർ, ഫുള്ള് ഫ്രീ ആയിട്ടുള്ളത്. അടുത്തത് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ അഥവാ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മൂന്നാമത് പറഞ്ഞത് ഫ്രീ വെയറുകൾ. ഫ്രീ വെയർ ശ്രദ്ധിക്കണം. ഫ്രീ വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ ഫ്രീ ആണ്, പക്ഷെ അവർക്ക് ലാഭമുണ്ട് അല്ലെ. നമുക്ക് അതിന്റെ കോഡിലൊന്നും തന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. എക്സാമ്പിൾ യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് ആണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഷെയർ വെയർ ആണ്. ഷെയർ വെയർ എന്ന് വെച്ചാൽ അവർ നമുക്ക് ഷെയർ ചെയ്യുന്നു, പക്ഷെ എന്താണ്, നമുക്കത് കുറെ നാളുകൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അത് തിരിച്ചു കൊടുക്കണം അല്ലേ. അതായത് നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണം അടക്കേണ്ടത് വരും. അതുകൊണ്ട് അതിനെ ട്രയൽ വെയർ എന്നും പറയും. ട്രയൽ വെയർ അതാണ് പറഞ്ഞത്. നമുക്ക് കുറെ ഫീച്ചേഴ്സ് ഒക്കെ അവർ ഫ്രീ ആയിട്ട് തരും, എന്നിട്ട് കുറെ എണ്ണൊക്കെ ലോക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് പറയും ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കണം എന്ന് പറയും അല്ലേ. അതൊക്കെ ഇതിൽ വരുന്നതാണ് ഷെയർ വെയർ അഥവാ ട്രയൽ വെയറിൽ പെടുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ ഇത്രയും നമ്മൾ ഇതിനനുസരിച്ച് 4 തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവില്ല. അതിൽ ഇൻസ്ട്രക്ഷൻസ് അടക്കം നമുക്ക് പഠിക്കാനുണ്ടാവും. നമുക്ക് അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. മെയിൻ ആയിട്ട് ഇത്ര മനസ്സിലാക്കുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് 2 നമ്മൾ തിരിച്ചിട്ടുള്ളത്. ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും. ലോ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് നമ്മുടെ കമ്പ്യൂട്ടറിനോട്, അതായത് കമ്പ്യൂട്ടറിന് കുറച്ചും കൂടി മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ ലോ ലെവൽ എന്ന് പറയാം. ഹൈ ലെവൽ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് ഒട്ടും മനസ്സിലാവാത്ത ലാംഗ്വേജുകളാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും. ഹൈ ലെവലിലുള്ള ലാംഗ്വേജസ് നമ്മളിപ്പോൾ പഠിക്കുന്ന സാധാരണ എല്ലാ
ലാംഗ്വേജസും കോബോൾ ആണെങ്കിലും സി ആണെങ്കിലും C++ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും എല്ലാതും എന്താണ് ജാവ ആണെങ്കിലും ഒക്കെ എന്താണ് അതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജുകളാണ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്കറിയാൻ പറ്റും മെഷീൻ ലാംഗ്വേജ് അല്ലേ. മെഷീൻ ലാംഗ്വേജ് മാത്രമല്ല ആർക്ക് മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. 0ഉം 1ഉം മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ അല്ലേ. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. പഠിക്കാൻ വളരെ എളുപ്പമാണല്ലേ, 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജുകളാണ്. എന്നാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ലാംഗ്വേജ് പ്രൊസസർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് കീഴിൽ നമ്മൾ ലാംഗ്വേജ് പ്രൊസസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്തിലേക്ക് മാറ്റണം? ഈ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് പ്രൊസസറുകൾ ഉള്ളത്. എന്താ? ലാംഗ്വേജിനെ പ്രോസസ് ചെയ്തിട്ട് എന്തിലേക്ക് മാറ്റാം? നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാം. അപ്പൊ അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിന് എന്താണ് പറയാ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. മെഷീൻ ലാംഗ്വേജിലേക്ക് അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിന് എന്തെന്ന് പറയും? അതെ, അസംബ്ലർ എന്ന് പറയും. ഇനി ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇന്റർപ്രറ്ററും പിന്നെ ഒന്ന് കമ്പൈലറും. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ബൈ ലൈൻ അല്ലെ. എന്നുള്ള വാക്കിനെ കിട്ടും. ലൈൻ ബൈ ലൈൻ ആയിട്ട് മാറ്റാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് മാറ്റും. അപ്പോൾ ഒരു ലൈൻ മാറ്റിയിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരും. അത് നമ്മൾ അതിനുശേഷം നമുക്ക് അടുത്ത ലൈൻ അത് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും അല്ലെ. അതാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. എന്നാൽ കമ്പൈലർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കി മാറ്റും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നേരെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. എന്നിട്ട് മൊത്തം എന്തൊക്കെ എറർ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും. ഇത്ര ലൈനിൽ ഈ ലൈനിൽ ഈ എറർ ഉണ്ട്, ഈ ലൈനിൽ ഈ എറർ ഉണ്ട്, അങ്ങനെ മൊത്തം നമുക്ക് ഒരുമിച്ച് കാണിച്ചു തരുന്നത് കമ്പൈലറാണ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ലാംഗ്വേജിനെ നമ്മൾക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് 2ആയിട്ട് തിരിക്കാൻ സാധിക്കും. ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജും നമുക്ക് തിരിക്കാൻ സാധിക്കും അല്ലെ. ലോ ലെവൽ ലാംഗ്വേജ് എന്താണ്? അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജ് ആണ് വരുന്നത്. അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ ആണെങ്കിലും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അസംബ്ലർ ആണ്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ലാംഗ്വേജ് പറഞ്ഞാലും അത് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ആ കോഡ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേര് ന്യൂമോണിക്സ് എന്നാണ് പറയുക. NEMONICS ന്യൂമോണിക്സ് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പൊ അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കോഡിനെ പറയുന്ന പേരെന്താണ്? ന്യൂമോണിക്സ് എന്നാണ്. ഇനി നമ്മൾ ഈ നിങ്ങൾ പ്രോഗ്രാം എപ്പോഴെങ്കിലൊക്കെ +2ലോ +1ലോ ഏതെങ്കിലും സമയത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ടീച്ചർ അൽഗോരിതവും ഫ്ലോ ചാർട്ടും എഴുതിക്കാറുണ്ട് അല്ലെ. അൽഗോരിതം എഴുതാൻ പറയും, ഫ്ലോ ചാർട്ട് എഴുതാൻ പറയും. അൽഗോരിതം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു പ്രശ്നം, ഒരു പ്രോബ്ലം തന്നിരിക്കുന്നു. അതായത് n നമ്പേഴ്സിന്റെ ഫാക്ടോറിയൽ കാണാൻ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളോട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലമോ അല്ലെങ്കിൽ തുകയോ എന്തെങ്കിലും കാണാൻ പറഞ്ഞ് നമുക്കൊരു പ്രശ്നം തന്നിരിക്കുന്നു. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അൽഗോരിതം എന്ന് പറയാം. സ്റ്റെപ്പ് ബൈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതിനെ നമ്മൾ അൽഗോരിതം എന്ന് പറയും. ഞാനിപ്പോൾ അവിടെ സ്ക്രീനിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 നമ്പേഴ്സ് കൂട്ടിയിട്ട് അതിന്റെ സമ്മ് കാണാം അല്ലെ. 2 നമ്പേഴ്സിന്റെ സമ്മ് കാണാം, തുക കാണാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് അൽഗോരിതമാണ്. അൽഗോരിതം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായിട്ട് റീഡ് A,B, അതായത് നമ്മൾ ഏത് നമ്പറിന്റെ ആണോ സമ്മ് കാണേണ്ടത് ആ 2 നമ്പർ റീഡ് ചെയ്യാന്നുള്ള പ്രോസസ്സാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? C = A+B എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സിയിലേക്ക് ഈ എയുടെയും വാല്യൂ കൂട്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് C = A+B. ആ പ്രോസസ്സിങ് അല്ലെ, ആ സമ്മ് കാണാന്നുള്ള അത് ചെയ്യുക അവിടെ. അതിനുശേഷം എന്ത് ചെയ്യണം? C പ്രിന്റ് ചെയ്യണം അല്ലെ, ഡിസ്പ്ലേ C നമുക്ക് കാണിച്ചു തരണം. അതിനുശേഷം പ്രോഗ്രാം അവസാനിപ്പിക്കാം, സ്റ്റോപ്പ് അല്ലെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തു, അവസാനം സ്റ്റോപ്പ് ചെയ്തു. അതിനിടയിൽ എന്തൊക്കെയാണ്? 2 നമ്പറുകൾ നമ്മൾ റീഡ് ചെയ്തു, നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, നമ്മളത് എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ 2 നമ്പറും കൂടി കൂട്ടിയിട്ട് സിയിൽ അത് സ്റ്റോർ ചെയ്തു. C നമുക്ക് കാണിച്ചു തന്നു, ഡിസ്പ്ലേ ചെയ്തു. ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഈ അൽഗോരിതത്തിന് ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെ. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ ഗ്രാഫിക്കൽ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ അൽഗോരിതത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെ, നമ്മൾ എഴുതിയ അൽഗോരിതത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്
ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ചാർട്ടിൽ നമുക്ക് ചിലത് ബോക്സിൽ എഴുതിയിരിക്കുന്നത് കാണാം അല്ലെ, ചിലത് നേരെ സ്ക്വയറിൽ എഴുതിയിരിക്കുന്നത് കാണാം, ചിലത് ഡയമണ്ടിന്റെ ഉള്ളിൽ കാണാം, ചിലത് പാരലോഗ്രാഫിന്റെ ഉള്ളിൽ കാണാം അല്ലെ, റെക്ടാംഗിളിന്റെ ഉള്ളിൽ കാണാം, ഓവൽ ഷേപ്പിന്റെ ഉള്ളിലൊക്കെ കാണാം. അത് നമുക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റും, ഒരിക്കലും അങ്ങനെ തോന്നിയ പോലെ എഴുതാൻ സാധിക്കില്ല. അതായത് സ്റ്റാർട്ടും എൻഡാണ് നമ്മൾ ആ ഓവൽ ഷേപ്പിൽ കൊടുക്കുക, ഓവൽ ഷേപ്പിനുള്ളിൽ കൊടുക്കുക, സ്റ്റാർട്ടും എൻഡും ആണ് കൊടുക്കുക. ഇനി നമ്മൾ റീഡ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ പാരലോഗ്രാം കണ്ടില്ലേ, ഒന്ന് ചെരിച്ച് ചെയ്തിരിക്കുന്നത് പാരലോഗ്രാമിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ റീഡ് ചെയ്യുന്നതും, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ എന്തിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്, പാരലോഗ്രാമിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഇനി ചെയ്യുന്ന പ്രോസസ്സുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, C=A+B അല്ലെങ്കിൽ C=A×B, അങ്ങനത്തെ പ്രോസസ്സിങ്ങുകൾ അല്ലെ, അതൊക്കെ എന്തിൻ്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ റെക്ടാംഗിളിന്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും, ഇഫ് A greater than B അല്ലെ, A B-നേക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് നമ്മൾ ആ ഡയമണ്ട് ഷേപ്പിനുള്ളിലാണ് കൊടുക്കേണ്ടത്. ആ ഡയമണ്ട് ഷേപ്പ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇല്ല, കാരണം നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പറയാണ് A ഗ്രേറ്റർ ആണ്, ഇഫ് A greater than B, A B-നേക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേ A is greater എന്ന് ഡിസ്പ്ലേ ചെയ്യണം, എൽസ് അല്ലാന്നുണ്ടെങ്കിൽ B is greater than എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഒരു നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട് അല്ലെ, A ആണോ B ആണോ ഗ്രേറ്റർ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസുകൾ അല്ലെങ്കിൽ ഡിസിഷൻസുകളൊക്കെ നമ്മൾ ഡയമണ്ടിന്റെ ഉള്ളിലാണ് കൊടുക്കുക. അപ്പൊ സ്റ്റാർട്ടും എൻഡും എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, ഓവൽ ഷേപ്പിന്റെ ഉള്ളിൽ കൊടുക്കണം. സ്റ്റാർട്ടും എൻഡും ഓവൽ ഷേപ്പിന്റെ ഉള്ളിൽ കൊടുക്കണം. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, അത് പാരലോഗ്രാമിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പാരലോഗ്രാം നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ച് സമാന്തരമായിട്ട് സമാന്തരികം എന്നല്ലേ പറയാം, സാമാന്തരികം, അതിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്തെങ്കിലും പ്രോസസ്സുകൾ ചെയ്യുന്നത് A=B+C എന്നോ എന്തെങ്കിലും പ്രോസസ്സുകൾ, ഇപ്പോൾ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ, അങ്ങനത്തെ എന്ത് പ്രോസസ്സിംഗ് ആണെങ്കിലും അത് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, റെക്ടാംഗിളിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. പിന്നെ ഡിസിഷൻസുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെ A=B, അങ്ങനത്തെ ഡിസിഷൻസുകളെല്ലാം നമ്മൾ എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, ആ ഡയമണ്ട് ഷേപ്പിനുള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ഏരോ മാർക്ക് ഇട്ട് കൊടുക്കും. ആ പ്രോഗ്രാമിന്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഏരോ മാർക്ക് കൊടുക്കുക. കണ്ടില്ലേ അവിടെ ഏരോ സിമ്പിൾ ഇട്ടിട്ടാണല്ലേ ഒരു പ്രോസസ്സിൽ ഒരു സ്റ്റാർട്ടിൽ നിന്നും ഒരു ഏരോ ഇട്ടിട്ടാണ് പിന്നെ റീഡ് A,B എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഏരോ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഇത്രയ്ക്കൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നെറ്റ്വർക്ക് അല്ലെ, ഇപ്പൊ നെറ്റ്വർക്കിന്റെ ഡെഫിനിഷൻ ഒന്നും നമ്മളോട് ചോദിക്കില്ല. പിന്നെ നെറ്റ്വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള ആർക്കും തന്നെ നെറ്റ്വർക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ആദ്യം പഠിക്കാനുള്ളത് പാന്, ലാന്, മാന്, വാന് അല്ലെ. ആ ഫസ്റ്റ് തന്നെ പാന്റെ ഫുൾ ഫോം അറിയാലോ, എന്താണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. രണ്ടാമത്തത് ലാന്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് മാന്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതിനുശേഷം വാന്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആ പേരിന്റെ ഫുൾ ഫോമിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. പാൻ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ഉപയോഗിക്കുന്ന ഒരു ഏരിയ അല്ലെ. പേഴ്സൺ ഉപയോഗിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പം നമ്മുടെ മൊബൈലും നമ്മുടെ ലാപ്ടോപ്പും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മളെ വീടിനുള്ളിൽ തന്നെയുള്ള ഒരു പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ പാൻ ആണ് ഉപയോഗിക്കുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ ആയിരിക്കും. 10 മീറ്ററിനുള്ളിലായിരിക്കും ഒരു പാനിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് നമുക്ക് ഈ പാൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. 10 മീറ്റർ വരെ നമുക്ക് പറ്റുള്ളൂ. ഇനി അതിനുശേഷം ലാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഏരിയ നമുക്ക് കിട്ടും അല്ലെ. അതായത് കുറച്ചും കൂടി ഏരിയ കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ എന്ന് പറയാം. ഇപ്പൊ 10 കിലോമീറ്റർ വരെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു സ്കൂൾ എടുക്കുകയാണെന്ന് വെക്കുക. ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അതിൽ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഓഫീസ് ഉണ്ടാവും അല്ലെ, ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്സസോ ഒക്കെ ഇരിക്കുന്ന ഓഫീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പല ഇതുകളുണ്ട്, പല സ്ഥലങ്ങളിലും കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും. ഇതിനെല്ലാം തന്നെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും, അത് ലാൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഒരിക്കലും പാൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഓഫീസ് ബിൽഡിങ്ങിനുള്ളിലിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക ലാൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം അതെന്തായാലും ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ അതായത് ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനുള്ളിൽ, ഒരുപാട് ദൂരമില്ലാതെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ, ഒരു ബിൽഡിങ്ങിനുള്ളിലുള്ള കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലാൻ ആയിരിക്കും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും ഉപയോഗിക്കാം. ഇനി അത് വിട്ട് മാൻ എന്ന് പറയുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ 100 കിലോമീറ്റർ അല്ലെ, 100 കിലോമീറ്ററിനുള്ളിൽ എന്നാ പറയാം. മറ്റേത് ആദ്യം പറഞ്ഞത് 10 മീറ്റർ ആണ്, പിന്നെ പറഞ്ഞത് 10 കിലോമീറ്റർ വരെ.
അതിനുശേഷം പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണ്. അപ്പൊ 100 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വലിയ സിറ്റി അല്ലെ, ഒരു ടൗൺ ഒക്കെ നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേബിൾ TV നെറ്റ്വർക്ക് ഒക്കെ ഏതിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിലാണ് വരാം. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ, നമുക്ക് 100 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അത്യാവശ്യം വലിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പൊ ഒരു ഓഫീസിന്റെ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഓഫീസ് കൊച്ചിയിലാണെന്ന് വിചാരിക്കുക, അതുവരെ അടുത്ത ഓഫീസ് ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കുക, ചെന്നൈയിലാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും മാൻ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ഓഫീസിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വാൻ ആയിരിക്കും ഉപയോഗിക്കുക, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സംസ്ഥാനങ്ങളെ തമ്മിൽ പരസ്പരം, അല്ലെങ്കിൽ രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം, അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിനെ, ഭൂഖണ്ഡങ്ങൾ തമ്മിൽ അടക്കം കണക്ട് ചെയ്യാൻ സാധിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ 4 നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ വരെ, 10 മീറ്റർ, 10 കിലോമീറ്റർ, 100 കിലോമീറ്റർ, അത് മൂന്നും അവിടെ ഓർത്ത് വെച്ചാൽ മതി. 10 മീറ്റർ, 10 കിലോമീറ്റർ, 100 കിലോമീറ്റർ. പിന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന എല്ലാ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സും വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. നമ്മളിപ്പോൾ ഏഷ്യാന്റെ അല്ലെ, BSNL നെറ്റ്വർക്ക് ആവാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിയോയുടെ നെറ്റ്വർക്ക് ആവാൻ യൂസ് ചെയ്യുന്നത്, അതൊക്കെ എന്തിലാണ് വരുന്നത്? വൈഡ് ഏരിയ നെറ്റ്വർക്കിലാണ് വരുന്നത്. അതിന് മുമ്പുള്ള ഈ 3 കൃത്യമായിട്ട് പഠിച്ചേക്കുക. 10 മീറ്റർ, 10 കിലോമീറ്റർ, 100 കിലോമീറ്റർ. 10 മീറ്റർ എന്ന് വെച്ചാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. നമ്മൾ ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് ബാക്കി ഏതെങ്കിലുമൊക്കെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുക. ഇനി ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനുള്ളിൽ തന്നെയുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനുള്ളിൽ അല്ലെ, ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ഉപയോഗിക്കുക. ഇനി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺ മൊത്തമായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല, അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ. വാക്കിൽ തന്നെയുണ്ട് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കേബിൾ TV നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യങ്ങളെ തമ്മിൽ, ഭൂഖണ്ഡങ്ങളെ തമ്മിലൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേഗത എന്ന് പറയുന്നതും എന്താണെന്ന് പാനിനാണ് കൂടുതൽ വേഗത, അത് കഴിഞ്ഞാൽ പിന്നെ ലാനിനാണ്, പിന്നെ അതിനെ കഴിഞ്ഞാൽ പിന്നെ മാനിന്, പിന്നെ വാനിനാണ്. അതായത് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നതിനായിരിക്കും കൂടുതൽ വേഗത ഉണ്ടാവുക പരസ്പരം. അപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്നതിന് കൂടുതൽ വേഗത, നെക്സ്റ്റ് അതിനെക്കാട്ടും കുറച്ചും കൂടി അകലത്തിരിക്കുന്നതിന് പിന്നെ വേഗത, പിന്നെ അതിനെക്കാട്ടും അകലത്തിരിക്കുന്നതിന് കൂടുതൽ വേഗത. അപ്പൊ വേഗതയുടെ ഓർഡർ അങ്ങനെയാണ് വരാം. ചെലവെന്ന് പറയുമ്പോൾ അറിയാലോ, ചെലവെന്ന് പറയുമ്പോൾ അതൊന്നും ചോദിക്കില്ല. ചെലവെന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ അധികം ചെലവില്ല. പക്ഷെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ചെലവുണ്ട്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനേക്കാട്ടും ചെലവ് വരും. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനേക്കാട്ടും ഒരുപാട് ചെലവ് വരും. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ നെറ്റ്വർക്കിംഗിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നെറ്റ്വർക്കിംഗിൽ നമ്മൾ പലതരം ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞ് PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഹബിനെ കുറിച്ചും സ്വിച്ചിനെ കുറിച്ചും ബ്രിഡ്ജിനെ കുറിച്ചും റൂട്ടറിനെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് ഈ ഹബ്ബ് എന്നുള്ളത് അല്ലെ. ഹബ്ബ് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഗേറ്റ് വേ ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ പഠിക്കാൻ സിമ്പിൾ ആണ്. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലാൻ നെറ്റ്വർക്കുകളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ലാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലാനില് കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഒരു 10 കമ്പ്യൂട്ടർ നമ്മൾ ലാൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഹബ്ബ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ സിസ്റ്റത്തിന് നമ്മൾ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെ, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇനി ഹബ്ബിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയും, മൂപ്പർക്ക് അധികം ബുദ്ധിയൊന്നുമില്ല. ഒരു ഇന്റലിജന്റ് ഡിവൈസ് അല്ല ഹബ്ബ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു ഇതിലേക്ക് ഒരു ഡാറ്റ അയക്കുകയാണ്, ഈ ലാൻ നെറ്റ്വർക്കിൽ കൂടി ഡാറ്റ അയക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു 10 കമ്പ്യൂട്ടർ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഹബ്ബിന് അറിയില്ല ഈ ഡാറ്റ എവിടേക്കാണ് അയക്കേണ്ടത്. മൂപ്പർ അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, എല്ലാത്തിലേക്കും അയച്ചു കൊടുക്കും. എല്ലാത്തിലേക്കും അതിന്റെ ഓരോ കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പൊ ഇത് അവിടെ ചെല്ലും, നമ്മൾ അയക്കുന്ന ഡാറ്റ അവിടെ ചെല്ലും. ഏത് സിസ്റ്റത്തിനാണോ അത് ആവശ്യം, ഏത് ഡിവൈസിനാണോ അത് ആവശ്യം, ആ ഡിവൈസ് മാത്രം ആ ഡാറ്റ ഉപയോഗിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടല്ലേ. എന്താണ് കാരണം, നമുക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് വരും. നമ്മൾ സാധാരണ പറയുന്ന ട്രാഫിക് ബ്ലോക്ക് എന്നുള്ളത് ഇതിൽ പറയുമ്പോൾ, നമ്മൾ കമ്പ്യൂട്ടർ ടേമിൽ പറയുമ്പോൾ അവിടെ ബാൻഡ് വിഡ്ത്ത് കുറയെന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത സമയത്ത് അയക്കാൻ കഴിയുന്ന ഡാറ്റ ഉണ്ടല്ലോ,
അതിൻ്റെ അളവിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ ടേമിൽ പറയുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറയും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഡാറ്റ എല്ലാത്തിലേക്കും അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് വരില്ലേ, അതന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറയും. മൊത്തം ഡാറ്റ അവിടെ വന്ന് നിറഞ്ഞു നിന്നിട്ട് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറയും. ഇത് വലിയൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഇതിനെ പരിഹരിക്കുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഹബിനെ പോലെ തന്നെയാണ് നമ്മൾ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി, നെറ്റ്വർക്കിൽ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം തന്നെയാണ് സ്വിച്ച്. പക്ഷെ സ്വിച്ച് എന്താണ്? സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണ്. അതായത് ഇതിൽ ഇപ്പോൾ സ്വിച്ച് ഉപയോഗിച്ച് ഒരുപാട് പേർ 10 കമ്പ്യൂട്ടറിനെ അതിലേക്ക് 10 ഡിവൈസുകളെ ആ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടും ആ ഓരോ ഡിവൈസും ഏതൊക്കെയാണെന്നുള്ളൊരു പട്ടിക അതിൻ്റെ കയ്യിലുണ്ടാവും. ആ ഉപകരണങ്ങളുടെ എല്ലാം വിലാസം അതൊരു പട്ടികയായിട്ട് സംഭരിച്ച് വെക്കും. അപ്പം നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ പറയാം. അപ്പം അത് നോക്കും, ഇതിൽ തന്നിരിക്കുന്നത് ഇതിലേത് ഡിവൈസിലേക്കാണ് ഈ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കും. എന്നിട്ട് ആ ഡിവൈസിക്ക് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പം എന്താണ്, അവിടെ നമ്മൾ ഒരു ഡാറ്റ മാത്രമേ സെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആ ബാൻഡ് വിഡ്ത്തിന് ഒരു പ്രശ്നം വരുന്നില്ല. കാര്യം മനസ്സിലായോ? ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നെറ്റ്വർക്കിൽ ഈ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബ്ബ് ഇത് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അത് ഇന്റലിജന്റ് അല്ല. നമ്മളൊരു ഡാറ്റ അയക്കാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഒരു ഡിവൈസിലേക്ക് അയക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് അതൊന്നും നോക്കില്ല, മൂപ്പർ എല്ലാത്തിലേക്കും അയക്കും. എല്ലാത്തിലേക്കും അയച്ചിട്ട് ഏത് ഡിവൈസിനാണോ ആ ഡാറ്റ ഉപയോഗിക്കേണ്ടത് അത് മാത്രം അത് ഉപയോഗപ്പെടുത്തും അല്ലേ. അതിൻ്റെ കുഴപ്പം എന്താണ്? മൊത്തത്തിൽ ബാൻഡ് വിഡ്ത്ത് കുറയും, ആ ശൃംഖല മൊത്തത്തിൽ തിരക്കേറിയതാവും അല്ലേ. അതാണ് അതിൻ്റെ പ്രശ്നം. സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണ്. ഇന്റലിജന്റ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഈ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളുടെയും അഡ്രസ്സ് ഇത് ആരുടെ കയ്യിലുണ്ടായിരിക്കും? ഈ സ്വിച്ചിന്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ പട്ടികയുമായിട്ട് ഇത് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് ഏത് ഡിവൈസിലേക്കാണോ ഡാറ്റ അയക്കേണ്ടത് അവിടേക്ക് മാത്രമേ അയക്കുള്ളൂ. ഈ ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഇത് നിങ്ങളുടെ മനസ്സിൽ നന്നായി പക്കാക്കുക, കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉള്ളതാണ്. അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അടുത്തത് കേൾക്കാം. അടുത്തത് നമ്മൾ പറയുന്നത് ബ്രിഡ്ജ് ആണ് പറയുന്നത്. ബ്രിഡ്ജ് റൂട്ടർ ഉണ്ട്. ബ്രിഡ്ജ് റൂട്ടർ ഇതേപോലെ തന്നെയാണ്. അതായത് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പാലം പറയൂലേ, പാലം നമ്മൾ സാധാരണ കണക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലുമൊക്കെ പാലം നോക്കാം. ഇപ്പം നമ്മുടെ ഇതിലൊക്കെ തോടിന് മുകളിൽ കൂടിയൊക്കെ പാലുണ്ടാവും. അതെന്താണ്? അപ്പുറത്തും പറമ്പായിരിക്കും ഇപ്പുറത്തും പറമ്പായിരിക്കും. ഒരു തോടിന്റെ മുകളിൽ കൂടി പാലം വരണമെങ്കിൽ അപ്പുറത്തും പറമ്പായിരിക്കും ഇപ്പുറത്തും പറമ്പായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇപ്പം റോഡ് സൈഡുകളിൽ പാലം ഉണ്ടാവാറുണ്ട്. ഇപ്പം റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് പാലം കാണാം. ആ പാലത്തിന്റെ അപ്പുറത്തും റോഡായിരിക്കും ഇപ്പുറത്തും റോഡായിരിക്കും അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ബ്രിഡ്ജ് 2 നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക. പക്ഷെ അവിടെ ഒരേപോലത്തെ നെറ്റ്വർക്ക് ആയിരിക്കണം. അതായത് ലാനും തമ്മിൽ, അല്ലെങ്കിൽ മാനും തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുള്ളൂ. ഒരിക്കലും ലാനും കൂടി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല? ബ്രിഡ്ജ് ഉപയോഗിക്കില്ല. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇത് കാരണം അറിയാം, കുറെ ടേംസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ എക്സാമിന് മറന്നു. അപ്പോൾ ബ്രിഡ്ജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, അതായത് ഒരു ബ്രിഡ്ജ്, ഒരു പാലത്തിന്റെ അപ്പുറത്ത് റോഡാണെങ്കിൽ ഇപ്പുറത്തും റോഡായിരിക്കും, അപ്പുറത്ത് പറമ്പാണെങ്കിൽ ഇപ്പുറത്തും പറമ്പായിരിക്കും. അപ്പൊ അതായത് ഒരേപോലത്തെ നെറ്റ്വർക്കുകളെ, 2 നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ സ്വിച്ചും ഹബ്ബും പറഞ്ഞത് എന്താണ്? ഒരു നെറ്റ്വർക്കിൽ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലേ. ഇവിടെ നമ്മൾ ബ്രിഡ്ജ് പറയുമ്പോൾ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്? ഒരേപോലത്തെ നെറ്റ്വർക്കുകൾ തന്നെ വേണം. ഒരേപോലത്തെ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ബ്രിഡ്ജ് ഉപയോഗിക്കുക. എന്നാൽ റൂട്ടർ എന്ന് പറയുമ്പോൾ എന്തായി? റൂട്ടർ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ നെറ്റ്വർക്കുകൾ തന്നെ വേണമെന്നില്ല. ലാനിനെയും മാനിനെയും വേണമെന്നില്ലെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ അവിടെയും ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതായിരിക്കണം. പ്രോട്ടോകോൾ എന്താണ്? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോകോളൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ അങ്ങനെ തന്നെയാണ്, റൂൾസുകളാണ്. അതായത് നമ്മൾ ഒരു ഡിവൈസിനെ ഒരു ഇതിലേക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയാം. ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. TCP/IP പ്രോട്ടോകോൾസ് ഉണ്ട്. TCP/IP FTP പ്രോട്ടോകോൾ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ പല പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്ക് ഫോളോ ചെയ്യുന്നത് സെയിം പ്രോട്ടോകോൾ ആയിരിക്കണം. ഒന്നും കൂടിയും പറയാം, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലാനും തമ്മിലോ മാനും തമ്മിലോ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഈ റൂട്ടർ എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ലാനിനെയും മാനിനെയും വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 നെറ്റ്വർക്കുകളും സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതായിരിക്കണം.
മനസ്സിലായോ? അതാണ് റൂട്ടർ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല, ഗേറ്റ് വേക്ക് അങ്ങനെയൊന്നും ഇല്ല. രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്ക് ആവാം, രണ്ട് വ്യത്യസ്ത പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതാവാം. അവിടെ ഗേറ്റ് വേയുടെ കേസിൽ അതൊന്നും തന്നെ പ്രശ്നമില്ല. അപ്പൊ ഗേറ്റ് വേ എന്ന് പറയുമ്പോഴേ നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു മതിലും രണ്ട് പറമ്പുകളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഒരു മതിലുണ്ടാവും. ആ മതിലിൽ ഒരു ഗേറ്റ് ഉണ്ടാവും അല്ലേ? ആ ഗേറ്റ് തുറന്ന് നിങ്ങൾ കടക്കുന്നത് വേറൊരാളുടെ പറമ്പിലേക്കായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിലത്തെ ഗേറ്റ് അല്ല, നിങ്ങളുടെ ബാക്ക് സൈഡിലെങ്ങാനും, നിങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡിലെങ്ങാനും ഗേറ്റ് ഉണ്ടെങ്കിൽ മിക്കപ്പോഴും ആ ഗേറ്റ് തുറന്ന് നിങ്ങൾ കടക്കുന്നത് വേറൊരു പറമ്പിലേക്കായിരിക്കുമല്ലോ. അപ്പൊ ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അതായത് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കാണ്, അതേപോലെ തന്നെ രണ്ടുപേരും ഫോളോ ചെയ്യുന്നത് ചില വ്യത്യസ്ത നിയമങ്ങളായിരിക്കും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തുള്ളവർ ചിലപ്പോൾ മുസ്ലിംസുകളായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻസുകളായിരിക്കും അല്ലെ. അപ്പൊ രണ്ടുപേരും ഫോളോ ചെയ്യുന്നത് വ്യത്യസ്ത മതമാണല്ലോ. അപ്പൊ അതായത് ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളും രണ്ട് വ്യത്യസ്ത പ്രോട്ടോകോൾ ആയാലും അവിടെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു പ്രശ്നമില്ല അല്ലെ. വ്യത്യസ്ത പ്രോട്ടോകോൾ ആയാലും പ്രശ്നമില്ല. പക്ഷെ റൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. റൂട്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. ഒന്നും കൂടി പറയാം, കാരണം ഇത് എപ്പോഴും ചോദിക്കുന്നത് കൊണ്ടാണ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഹബ്ബ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഹബ്ബ് എന്ന് പറയുമ്പോൾ മൂപ്പർ അത്ര ബുദ്ധിമാനല്ല. എന്താണ് പ്രശ്നം? ഒരു ഡാറ്റ അയക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ആരൊക്കെ വേണോ അവരൊക്കെ എടുത്തോളാൻ പറയും അല്ലേ. ആർക്ക് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളാൻ പറയും. അതാണ് ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണ്. അതിന്റെ കയ്യിൽ ഏതൊക്കെ ഡിവൈസുകൾ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡാറ്റ അയക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആർക്കാണോ അയക്കേണ്ടത് അയാൾക്ക് മാത്രം അയക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ശൃംഖലയ്ക്ക് തിരക്കേറിയതൊന്നാവില്ല, ബാൻഡ് വിഡ്ത്തിനും പ്രശ്നമില്ല. പക്ഷെ ഹബിന്റെ കേസ് അങ്ങനെയല്ല, ശൃംഖല തിരക്കേറിയതാവും, അതുപോലെ ബാൻഡ് വിഡ്ത്ത് കുറയുകയും ചെയ്യും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ് വേ. ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ് വേ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പാലല്ലേ, ഒരു പാലത്തിന്റെ അപ്പുറത്ത് പറമ്പാണെങ്കിൽ ഇപ്പുറത്തും പറമ്പായിരിക്കും, അപ്പുറത്ത് റോഡാണെങ്കിൽ ഇപ്പുറത്തും റോഡായിരിക്കും. അതായത് സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ, അതായത് ലാനും തമ്മിലോ മാനും തമ്മിലോ അങ്ങനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബ്രിഡ്ജ് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് റൂട്ടർ ആണ് പറഞ്ഞത്. റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം അല്ലെ, സെയിം റൂൾസുകൾ ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക് ആയിരിക്കണം. മനസ്സിലായില്ലേ? അതിനുശേഷം ഗേറ്റ് വേ പറഞ്ഞത്. ഗേറ്റ് വേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഗേറ്റ് തുറന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കുന്നു അല്ലെ, അപ്പുറത്തെ പറമ്പിലേക്ക് കിടക്കുന്നു. അപ്പൊ അത് വേറെ ഏതെങ്കിലും ആരുടെങ്കിലും പറമ്പാണ്, അവർ ഫോളോ ചെയ്യുന്നതൊക്കെ വേറെ നിയമങ്ങൾ അല്ലെങ്കിൽ വേറെ മതത്തിലങ്ങനെ പെട്ടവരാണെന്ന് വിചാരിക്കുക. ഇതൊക്കെ കോഡിന് പറയുന്നതാണ്. അപ്പൊ എന്താണ്, നമ്മൾ ഹിന്ദു മതത്തിലാണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു, അവര് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നു അല്ലെ. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല അല്ലെ. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളാണ്, രണ്ട് വ്യത്യസ്ത പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതാണെങ്കിലും ഗേറ്റ് വേയിൽ യാതൊരു വക പ്രശ്നവുമില്ല. ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി ഒരാളും കൂടി റിപ്പീറ്റർ എന്ന് പറയും. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് സിഗ്നൽസിന്റെ ആ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നെറ്റ്വർക്കിൽ ഇങ്ങനെ പോകും തോറും അതിന്റെ സിഗ്നൽസിന്റെ ശക്തി കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ സിഗ്നൽസിന്റെ ശക്തി കുറയാതിരിക്കാൻ, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ അല്ലെങ്കിൽ ആംപ്ലിഫയർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇൻട്രാ നെറ്റ്വർക്കും എക്സ്ട്രാ നെറ്റ്വർക്കും എന്താ. നമ്മൾ ഇന്റർനെറ്റ് പറയും അല്ലെ, ഇന്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ലാണ്ട് ഇൻട്രാ നെറ്റ്വർക്കും എക്സ്ട്രാ നെറ്റ്വർക്കും എന്താന്നുള്ളത്. ഇൻട്രാ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഓഫീസ് അല്ലെ, ഏതെങ്കിലും ഒരു കമ്പനി, അതിലത്തെ നെറ്റ്വർക്ക്, ഒരു കമ്പനിയുടെ എല്ലാ നെറ്റ്വർക്കുകളും തമ്മിൽ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലെ, പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾക്ക് അതിലേക്ക് പ്രവേശനം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിലെല്ലാ അവിടുത്തെ കമ്പ്യൂട്ടറും തമ്മിൽ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. പുറത്തുനിന്ന് ഒറ്റ ആൾക്കും അല്ലെ, പുറത്ത് വേറൊരാൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവില്ല. അതിന് നമുക്ക് ഇൻട്രാനെറ്റ് എന്ന് പറയാം. ഇനി എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ വരുന്ന ഒരാൾ അല്ലെ, ആ ഇൻട്രാനെറ്റിലേക്ക് എക്സ്ട്രാ വരുന്ന ഒരാളാണ് എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വേറൊരു പുറത്തുനിന്ന് ഒരു ഇതിന് അതിലേക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, എക്സ്ട്രാ നെറ്റ് എന്ന് പറയാം. അപ്പൊ ആ രണ്ട് ടേമും കൂടി അവിടെ ഓർത്ത് വയ്ക്കണം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെ പരസ്പരം കമ്പ്യൂട്ടറുകൾ, ആ ഇന്റർനെറ്റിന്റെ ഉള്ളിൽ തന്നെ അല്ല, ഇന്റർനെറ്റ് അല്ല, ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കമ്പനിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആ കമ്പ്യൂട്ടറുകളെല്ലാം, ആ ഡിവൈസുകളെല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. പുറത്തുനിന്ന് ഒരാൾക്കും അതിലേക്ക് എൻട്രി ഉണ്ടാകില്ല. അതാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആൾ അല്ലെ, എക്സ്ട്രാ അതിൽ ഒരു പെർമിഷൻ കൊടുക്കുകയാണ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അയാളെയാണ് നമ്മൾ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അല്ലേ.
പല നെറ്റ്വർക്കിലും ലാനിൽ ഇപ്പോൾ 10 ഡിവൈസുകൾ ലാനിൽ ഒരു 10 ഡിവൈസ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പലതരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയാം. പലതരത്തിൽ നമുക്ക് ഇതിലേക്ക് ഒരു നെറ്റ്വർക്കിലേക്ക് ഈ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടോപ്പോളജിയാണ്. ബെസ്റ്റ് ടോപ്പോളജി ആ കണക്ട് ചെയ്യുന്ന ടോപ്പോളജിനെയാണ് നമ്മൾ ബെസ്റ്റ് ടോപ്പോളജി. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിംഗിൾ വയർ എടുക്കുക. ഒരു സിംഗിൾ വയർ എടുത്തിട്ട് അതിലേക്ക് എല്ലാത്തിനെയും ഓരോരോ ഡിവൈസിന് ഓരോരോ കേബിൾ വെച്ച് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു നീളത്തിൽ ജസ്റ്റ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. നേരെ ഒരു ബസ് പോലെ ഒരു വലിയൊരു കേബിൾ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് അതിലേക്ക് നേരെ നമ്മൾ ഓരോരോ ഡിവൈസിന് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആ ഇമേജിൽ കാണാൻ പറ്റും. ഈ ബെസ്റ്റ് ടോപ്പോളജിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡിവൈസുകൾ വേണമെങ്കിലും ആഡ് ചെയ്യുക, എത്ര ഡിവൈസുകൾ വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമാണ് അല്ലേ. വളരെ സിമ്പിളാണ്. അതിലേക്ക് ഇപ്പോൾ ഒരു ഡിവൈസിന് ആഡ് ചെയ്യാനും എളുപ്പമാണ്, അതിലേക്ക് അതെവിടെ നിന്ന് പറഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ അധികം കേബിളുകളും വേണ്ട, അധികം ചിലവൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരു ഡിവൈസിലേക്ക് മാത്രമേ ഒരു സമയം ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരു സിംഗിൾ കേബിളിലേക്കാണല്ലേ എല്ലാത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തവണ ഒരു സമയത്ത് ഒരു ഡിവൈസിലേക്ക് മാത്രമേ നമുക്ക് ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇനി റിംഗ് ടോപ്പോളജി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു റിംഗ് പോലെ റൗണ്ട് പോലെ എല്ലാത്തിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്നറിയോ, ഏതെങ്കിലും ഒരു നോഡ് തകരാറായിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസിനെ നമ്മൾ നോഡ് എന്ന് പറയാം. ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന നമുക്കൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിനെ നമുക്ക് നോഡ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ ഒരു നോഡ് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ആ ശൃംഖല മൊത്തം പോയി. കാരണം റിംഗ് പോലെ അല്ലെ റൗണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ നിങ്ങൾ ഇതിലെ മാല ബൾബ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശേഷമുള്ളതൊന്നും കത്തില്ല അല്ലെ. എന്ന് പറഞ്ഞ പോലെ ഈ റൗണ്ടിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ ഏതെങ്കിലും ഒരു നോഡ് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ ആ ശൃംഖല മൊത്തം ഇതാവും. പിന്നെ അതേപോലെ തന്നെ പുതിയ നോഡുകൾ കൂട്ടിച്ചേർക്കാൻ നമുക്ക് പ്രയാസമാണ് അല്ലെ. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു റിംഗ് പോലെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ഡിവൈസിനെ കണക്ട് ചെയ്യാന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ഓരോ ഡിവൈസുകളും അല്ലെങ്കിൽ ഓരോ നോഡുകളും ഒരു റിപ്പീറ്റർ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്നെ വേറൊരു എക്സ്ട്രാ റിപ്പീറ്റർ അവിടെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ഈ റിംഗ് ടോപ്പോളജിയുടെ ഒരു ഗുണമാണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ബെസ്റ്റ് ടോപ്പോളജി എന്താണ്, റിംഗ് ടോപ്പോളജി എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഹബിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ഹബ്ബ് വെക്കുക, ആ ഹബ്ബിലേക്ക് എല്ലാ നോഡുകളെയും അല്ലെങ്കിൽ എല്ലാ ഡിവൈസുകളെയും ആ ഹബ്ബിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ഇതാണ്. അതിലേക്ക് പുതിയ ഡിവൈസ് ആഡ് ചെയ്യാനാണെങ്കിലും അവിടെ നിന്ന് റിമൂവ് ചെയ്യാനാണെങ്കിലും നമുക്ക് എളുപ്പമാണ്. തകരാറുകൾ കണ്ടെത്താനൊക്കെ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസ് അത് കേട് പറ്റിയാലും ബാക്കിയുള്ള ഇതിനൊന്നും തന്നെ അത് ബാധിക്കില്ല. ബാക്കിയുള്ള ആ മൊത്തം ശൃംഖലനെ അത് ബാധിക്കില്ല. ഒരു ഹബ്ബിലേക്ക് എല്ലാ ഡിവൈസുകളെയും കണക്ട് ചെയ്യുക. ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അടുത്തത് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കൊക്കെ മെഷ് ടോപ്പോളജി എന്ന് പറയാം. അതായത് എല്ലാതും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഏതെങ്കിലും ഒരു കണക്ഷൻ ഫെയിൽ ആയാൽ പോലും അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ നമുക്ക് അവിടെ കൂടുതൽ കേബിളുകൾ വേണം, കൂടുതൽ ചെലവാകും, അതുപോലെ തന്നെ കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ അവിടെ ഗുണം എന്താണ്, ഏതെങ്കിലും ഒരു ഡിവൈസ് തകരാറായാലും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം മൊത്തം എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ 4 തരത്തിലുള്ള ടോപ്പോളജികൾ പറഞ്ഞു അല്ലെ. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെറ്റ്വർക്കിലേക്ക് എങ്ങനെ ഡിവൈസ് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെ, അതിനാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. മാനർ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിളിലേക്ക് എല്ലാ ഡിവൈസുകളും കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. അതിനാണ് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഏറ്റവും പ്രശ്നം അറിയാലോ, നമുക്ക് ഒരു സമയം ഒരു ഡിവൈസിലേക്ക് മാത്രം നമുക്ക് ഡാറ്റ അയക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിലേക്ക് ഒരു പുതിയ ഡിവൈസിനെ ആഡ് ചെയ്യാനാണെങ്കിലും അതിന് റിമൂവ് ചെയ്യാനും സുഖമാണ് അല്ലെ. നേരെ കൊണ്ടുവന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അറിയാം, ഒരു റിംഗ് പോലെ റൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ പ്രശ്നം എന്താണ്, ഏതെങ്കിലും ഒരു ഡിവൈസ് അവിടെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ മൊത്തം ആ നെറ്റ്വർക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പോയി അല്ലെ. അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് പുതിയ ഡിവൈസ് ആഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് റിംഗ് ടോപ്പോളജിയിൽ. ഇനി സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു ഹബ്ബ് വെക്കുക, ആ ഹബ്ബിലേക്ക് എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. നമുക്കത് അത് വളരെ സിമ്പിൾ ആയിട്ട് അതിലേക്ക് ഡിവൈസുകൾ ആഡ് ചെയ്യാനും പറ്റും, അതിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിന് കംപ്ലൈന്റ് ആയാലും ആ മൊത്തം ശൃംഖലനെ അത് ബാധിക്കില്ല. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാതും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കുക. എല്ലാ ഡിവൈസുകളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ട്രാൻസ്മിഷൻ മോഡുകൾ ഇതും ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ മോഡുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ, അതായത് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള മെത്തേഡുകൾ. ആ മോഡ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിൽ തന്നെ സിംപ്ലക്സ് മോഡ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്. സിംപ്ലക്സ് മോഡ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്മളെ റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ എന്ന് പറഞ്ഞത് സിംപ്ലക്സ് മോഡിന് എക്സാമ്പിൾ ആണ്. അതായത് റേഡിയോന്ന് നമുക്ക് ഒരു ഡയറക്ഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ. ഒരു സൈഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം. നമുക്ക് തിരിച്ചെന്തെങ്കിലും റേഡിയോനോട് പറയാൻ പറ്റുമോ? സാധാരണ റേഡിയോ ഇല്ലല്ലോ, നമുക്ക് റേഡിയോനോട് തിരിച്ചൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. അപ്പൊ ഒരു സൈഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനാണ് നമ്മൾ സിംപ്ലക്സ് മോഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു സൈഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം, അതിനെയാണ് നമ്മൾ സിംപ്ലക്സ് മോഡ് എന്ന് പറയാം. ഇനി ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു ദിശയിൽ മാത്രമേ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ വാക്കി ടോക്കി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, കോബ്ര എന്തോ ഞാൻ മറന്നു പോയത്. അതിലെന്താണ്, നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓവർ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിനക്ക് പറയാനുള്ളൊരു സിഗ്നലാണ് ഓവർ. അപ്പൊ അടുത്ത ആള് പറയും. അതായത് രണ്ട് സൈഡിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, പക്ഷെ ഒരു സമയത്ത് ഒരു ദിശയിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, രണ്ട് സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ പറ്റും ഒരേ സമയത്ത് തന്നെ. നമ്മൾ സാധാരണ ഫോൺ ചെയ്യുന്നത്, നമ്മൾ ഫോൺ ചെയ്തിട്ട് ഓവർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടാണോ അപ്പുറത്ത് പറയാമല്ലോ. നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ പറയാമല്ലോ, രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കില്ല എന്നുള്ളൂ. രണ്ടും കൂടിയും ഒരാൾ പറയുന്ന അയാൾക്കും കേൾക്കില്ല, അയാൾ പറഞ്ഞ നമുക്കും കേൾക്കില്ല മീൻസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അവിടെ, പക്ഷെ രണ്ടും കൂടി ഒരു മനസ്സിലായില്ലേ കാര്യം? അതന്നെ. അപ്പൊ അതാണ്, ഇത് മനസ്സിലായില്ലേ? ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലക്സ് മോഡ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്. സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ മാത്രം, ഒരു ഡയറക്ഷനിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മൾക്ക് അതിനെ സിംപ്ലക്സ് മോഡ് എന്ന് പറയാം. റേഡിയോ ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. രണ്ടാമത്തത് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലേക്കും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, പക്ഷെ ഒരു സമയത്ത് ഒരു സൈഡിലേക്ക് മാത്രം പറ്റുള്ളൂ. എക്സാമ്പിൾ ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വാക്കി ടോക്കി. അടുത്തത് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഒരേ സമയം തന്നെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. എക്സാമ്പിൾ നമ്മളുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെ, ഫോണിലൂടെ നമ്മൾ പറയുന്നതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്ത നമ്മൾ ഈ ട്രാൻസ്മിഷൻ മീഡിയനെ കുറിച്ച്. ട്രാൻസ്മിഷൻ മീഡിയ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയ അല്ലെ. മീഡിയം എന്താണെന്നുള്ളത് പലതരത്തിലുള്ള മീഡിയ ഉണ്ട് അല്ലെ. വയേർഡ് ആയിട്ടുള്ള മീഡിയ ഉണ്ട്, വയർലെസ് ആയിട്ടുള്ളതുണ്ട് ഇല്ലേ. വയേർഡ് ആയിട്ടുള്ളതിന് നമുക്ക് ഗൈഡഡ് മീഡിയ എന്ന് പറയാം. ഗൈഡഡ് എന്ന് വെച്ചാൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട് അല്ലെ, മുന്നിൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. അതായത് ഒരു കേബിളിൽ കൂടെ അല്ലെങ്കിൽ ഒരു പരസ്പരം വയേർഡ് ആയിട്ടുള്ളത് കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ ഗൈഡഡ് മീഡിയ എന്ന് പറയാം. കാരണം ഗൈഡ് ചെയ്യാൻ ആളില്ലേ, ഗൈഡ് ചെയ്യാൻ വയർ ഉണ്ട് അല്ലേ, അതിനെ നമുക്ക് ഗൈഡഡ് മീഡിയ എന്ന് പറയാം. അൺഗൈഡഡ് മീഡിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അൺഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വയർലെസ് ആയിരിക്കും, കണക്ട് ചെയ്യാൻ ഒന്നുമില്ല, വയർലെസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വയേർഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഗൈഡഡ് മീഡിയ എന്നും, വയർലെസ് ആണെങ്കിൽ നമുക്ക് അൺഗൈഡഡ് മീഡിയ എന്നും പറയാൻ സാധിക്കും. അതിൽ ഈ ഗൈഡഡ് മീഡിയയിൽ വരുന്നതാണ് ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ്. ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ ട്വിസ്റ്റഡ് പെയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, കൊയാക്സിയൽ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ഫൈബർ ഒപ്റ്റിക്സ് വെച്ച് കണക്ട് ചെയ്യാം. അതാണ് ഗൈഡഡ് മീഡിയയിൽ വരുന്നത്. അൺഗൈഡഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? അൺഗൈഡഡ് എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് അല്ലെ. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്. റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇപ്പൊ ബ്ലൂടൂത്തിലാണെങ്കിലും വൈഫൈയിലാണെങ്കിലും വൈമാക്സിലാണെങ്കിലും സാറ്റലൈറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റേഡിയോ വേവ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വൈഫൈയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള ഇതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ വേവ്സ് ആണോ, മൈക്രോവേവ്സ് ആണോ, ഇൻഫ്രാറെഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയ റേഡിയോ വേവ്സ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതിൽ ബ്ലൂടൂത്ത് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും വൈമാക്സ് ആണെങ്കിലും സാറ്റലൈറ്റ് ലിങ്ക് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ട്രാൻസ്മിഷൻ മോഡ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്മിഷൻ മോഡ് ഏതൊക്കെയാണ് പറഞ്ഞത്? സിംപ്ലക്സ് മോഡ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലെക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ട്രാൻസ്മിഷൻ മീഡിയ ആണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഗൈഡഡ് മീഡിയ ഉണ്ട്, അൺഗൈഡഡ് മീഡിയ ഉണ്ട്. ഗൈഡഡ് മീഡിയ എന്ന് വെച്ചാൽ എന്താണ്? വയേർഡ് ആയിരിക്കും അല്ലെ, വയർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തായിരിക്കും. അതിൽ തന്നെ വരുന്നതാണ് ഈ ട്വിസ്റ്റഡ് പെയർ, കൊയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ് ഒക്കെ വരുന്നത്. അൺഗൈഡഡ് എന്ന് പറയുമ്പോൾ അവിടെ വയർലെസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്നത്. അതിൽ ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ് അതുപോലെ സാറ്റലൈറ്റ് ലിങ്കുകളൊക്കെ എന്താണ്? അതൊക്കെ ഈ റേഡിയോ വേവ്സുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയും അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെബ് ബ്രൗസറും ഇതും സെർച്ച് എഞ്ചിനും എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, തന്നിട്ട് ഇതിൽ ഏതാണ് വെബ് ബ്രൗസർ, ഏതാണ് സെർച്ച് എഞ്ചിൻ എന്ന് ചോദിക്കാറുണ്ട്.
അപ്പോൾ ഈ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അതൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല അല്ലേ. ഗൂഗിൾ ക്രോം ഉണ്ട്, അതുപോലെ ഫയർഫോക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പിലാണെങ്കിലും നമ്മുടെ മൊബൈലിന്റെ ഇതിലാണെങ്കിലും ഒരു ഐക്കൺ ആയിട്ട് ഇങ്ങനെ അതങ്ങനെ കെടുക്കുന്നുണ്ടാവില്ല. അതൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമുക്കത് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. എന്നാൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ് അത് അല്ലെ. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു www.google.com അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിന്റെ ആ സെർച്ച് എഞ്ചിനിൽ നമുക്ക് അതിലേക്ക് കയറാൻ സാധിക്കും, വെബ്സൈറ്റിലേക്ക് കയറാൻ സാധിക്കും. അത് ശരിക്കും ഒരു വെബ്സൈറ്റ് ആണ്. മറ്റേന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ. എന്നാൽ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും ബിങ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ask.com, പിന്നെ ഡക്ക് ഗോ, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഡക്ക് ഗോ എന്ന് പറയുന്നത്, അതുപോലെ യാഹു അല്ലെ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. മറ്റേന്ന് വെച്ചാൽ വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. വെബ് ബ്രൗസറിന് എക്സാമ്പിൾ നമുക്ക് ഗൂഗിൾ ക്രോം പറയാൻ പറ്റും, മോസില്ല ഫയർഫോക്സ് പറയാൻ പറ്റും, അതുപോലെ മുമ്പുണ്ടായിരുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അതിന് പകരം ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ശ്രദ്ധിക്കണം, എഡ്ജ് എന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ. ഈ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും കൂടുതൽ എടുത്ത് ചോദിക്കാറുള്ളത് അതുകൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ് എഡ്ജ് എന്നുള്ളത്. അതേപോലെ നമ്മുടെ ആപ്പിളിന്റെയും ചോദിക്കാറുണ്ട്. ആപ്പിളിന്റെ വെബ് ബ്രൗസർ ആണ് സഫാരി എന്നുള്ളത്. ആപ്പിളിന്റെ വെബ് ബ്രൗസർ സഫാരി. ഈ ആപ്പിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെ എല്ലാം എടുത്ത് പഠിക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. അതായത് നമ്മൾ ഇപ്പൊ ഇത് പഠിക്കില്ലേ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഇത് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്, ആപ്പിളിന്റെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതാണ്. അതുപോലെ തന്നെ നമ്മൾ വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ് ഇതൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ഇതിൽ ഈ മൈക്രോസോഫ്റ്റിൽ ഉപയോഗിക്കുന്നതും അതുപോലെ ലിനക്സിൽ ഉപയോഗിക്കുന്നത് പിന്നെ ആപ്പിളിൽ ഉപയോഗിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം അതൊക്കെയാണ് കൂടുതലും PSC എടുത്ത് ചോദിക്കാറുള്ളത്. അതിങ്ങനെ നീറ്റായിട്ട് ഒരു ടേബിൾ ആക്കി എഴുതി തന്നെ പഠിക്കുക. അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി കേൾക്കുമ്പോൾ മൊത്തത്തിൽ തലയിൽ കിടന്ന് ഇത് പഠിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷെ നിങ്ങൾ സമയമെടുത്ത് പതുക്കാൻ എഴുതി വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് PSC ചോദിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ ഒരിക്കലും മാർക്ക് കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആപ്പിളിന്റെ വെബ് ബ്രൗസറിനെ കുറിച്ചിട്ടാണ്. സഫാരിയാണ് ആപ്പിളിന്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഏതായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ മുമ്പത്തത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു. ഇപ്പോഴത്തത് ഏതാണ്, ഇപ്പോഴത്തത് എഡ്ജ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഒപ്പറ എന്നുള്ളത്, പിന്നെ ഡോൾഫിൻ, പഫിൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, അതൊക്കെ വെബ് ബ്രൗസറുകളാണ്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ അടുത്തത് ഇതിനെക്കുറിച്ച് പറയാണ്, സൈബർ ലോസിനെ കുറിച്ച് പറയാണ്. പ്രധാനപ്പെട്ട സൈബർ ലോസ്, ഒരുപാട് സൈബർ ലോ പറയുന്നില്ല, പ്രധാനപ്പെട്ടത് പറയാം. ഈ സൈബർ നിയമങ്ങൾ എങ്ങനെയാണ് നിലവിൽ വന്നത്? ഒരു ആക്ട് പ്രകാരമായിരിക്കില്ല ഇത്തരം നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ സൈബർ നിയമങ്ങൾ നിലവിൽ വന്നത് 2000 IT ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2000 IT ആക്ട് പ്രകാരം. അതെന്നാണ് പാസ്സാക്കിയതെന്നുള്ള ഡേറ്റും കൂടി പഠിച്ചിരിക്കണം. ഒക്ടോബർ 17 നമുക്ക് പഠിക്കാൻ സുഖമാണ്. ഒക്ടോബർ 17, 2000 വർഷം 2000 ഒക്ടോബർ 17 ആദ്യമായിട്ട് IT ആക്ട് പാസ്സാക്കുന്നത്. പിന്നെ അതിനുശേഷം അത് അമെൻഡ് ചെയ്തു, വീണ്ടും 2008 അമെൻഡ് ചെയ്തു. അങ്ങനെ അമെൻഡ് നിലയിൽ വന്നത് 2009 ഒക്ടോബർ 27 അപ്പോൾ മറ്റോടത്ത് ഒക്ടോബർ 17 ആണെങ്കിൽ അമെൻമെന്റ് വരുന്നത് ഒക്ടോബർ 27 അപ്പോൾ 2000 IT ആക്ട് 2000 അമെൻഡ് ചെയ്തത് 2008 അത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27 അപ്പൊ ഈ നിയമത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടുകളൊക്കെ ഇനി പറയുന്ന സെക്ഷൻസുകളൊക്കെ വരുന്നത്. അതായത് ഓരോരോ സൈബർ കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷകളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സൈബർ നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവശിഷ്ടാധികാരം എന്നുള്ള ഭാഗത്താണ്. സൈബർ നിയമങ്ങളെ നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ്, അവശിഷ്ടാധികാരങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്നുള്ളത് സിംഗപ്പൂരാണ്. എന്നാൽ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയുമാണ്. ആദ്യത്തെ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ്, എന്നാൽ ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇനി സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ടീമുണ്ട്. അത് CERT-IN എന്നുള്ളതാണ്. CERT-IN ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. CERT-INന്റെ ഫുൾ ഫോം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ളതാണ്. ഇന്നുള്ളത് ഇന്ത്യ അല്ലെ, ഇന്ത്യയിലാണ് ഇന്നുള്ളത്. ഇനി CERT എന്നുള്ളതിൻ്റെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം.
ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ളതാണ് ഈ സെർട്ടിനിൻ്റെ ഫുൾ ഫോം എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് നിലവിൽ വന്നത് 2004-ലാണ്. നിലവിൽ വന്നത് 2004-ലാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 2000-ലാണ് ആദ്യമായിട്ട് IT നിയമം നിലവിൽ വരുന്നത്. കൃത്യമായിട്ട് ഡേറ്റും കൂടി പഠിക്കണം. 2000 ഒക്ടോബർ 17-ലാണ് നിലവിൽ വന്നത്. അത് പിന്നെ 2008-ൽ അമെൻഡ് ചെയ്തു. ആ അമെൻമെൻറ്റ് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-ലാണ് ആ അമെൻമെൻറ്റ് നിലവിൽ വന്നത്. ഇനി ഈ നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരം എന്നുള്ള ഭാഗത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരും, എന്നാൽ ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയുമാണ്. പിന്നെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ളൊരു ടീമാണ് സെർട്ടിൻ എന്നുള്ളത്. സെർട്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അപ്പോൾ ഇത്രയും പഠിച്ചില്ലേ? ഇനി നമുക്ക് ഈ നിയമങ്ങളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോഴേ ആദ്യം തന്നെ നമുക്ക് സെക്ഷൻ 65 പറയാം. സെക്ഷൻ 65 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിക്കൻ 65 ഒക്കെ ഇടുന്നുണ്ടാവല്ലോ. ചിക്കൻ 65 ഒക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകണം അല്ലേ? കൈ കഴുകാൻ നമ്മൾ ടാപ്പ് തുറന്നിട്ടല്ലേ കൈ കഴുകുക. അപ്പോൾ അവിടെ തന്നെ പഠിക്കാം. ചിക്കൻ 65 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കേൾക്കണം ടാപ്പ് അല്ലേ? ടാപ്പ്. ടാമ്പറിംഗ് ഓഫ് ഡാറ്റ സോഴ്സ് കോഡ്. ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് ആണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 65 എന്താണ്? ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ്. ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ സോഴ്സ് കോഡുകൾ നശിപ്പിക്കുക അല്ലെ? നമുക്ക് എല്ലാത്തിനും നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയും. അത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ ഒബ്ജക്റ്റ് കോഡ് എന്നാണ് പറയുക. സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡ്, നമ്മൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആവാം, എന്തെങ്കിലും ആവാം, അത് നശിപ്പിച്ച് കളയുക. അതിനെയാണ് ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് മോഷ്ടിക്കലാവാം, അല്ലെങ്കിൽ അതിലിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്ത് അതിൽ കൃത്രിമത്വം സൃഷ്ടിക്കലാവാം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയലാവാം. അതിനെ ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ്. അതാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. സെക്ഷൻ 65. അപ്പൊ 65 എന്ന് കേൾക്കുമ്പോൾ ചിക്കൻ 65 ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾ ടാപ്പ് തുറന്ന് കൈ ഇടണം. അപ്പൊ ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, പക്ഷെ ആ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ്. ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ സോഴ്സ് കോഡ് നശിപ്പിക്കുക. അതിൽ കൃത്രിമത്വം കാണിക്കുന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് മോഷ്ടിക്കുന്നതാവാം, എന്ത് വേണമെങ്കിലും ആകാം. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം പ്ലസ് 2 ലക്ഷം രൂപ പിഴയാണ്. 2 ലക്ഷം രൂപ പിഴ. അപ്പൊ 3 വർഷം തടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മിക്ക ഇതിനും, ഈ നമ്മുടെ സൈബർ സെക്യൂരിറ്റി അല്ലെ സൈബർ റൂൾസുകളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഏകദേശം 3 വർഷം തന്നെയാണ് ശിക്ഷ. അതായത് തടവ് ശിക്ഷ വരുന്നത് 3 വർഷമാണ്. ഇതിന് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഈ അടയ്ക്കേണ്ട പിഴയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സെക്ഷൻ 65 എത്രയാണ്? 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. 2 ലക്ഷം രൂപ പിഴയുമാണ്. ഒരു 2 കഷ്ണം ഇത് കഴിച്ചു നിങ്ങൾ ഓർക്കുക. 2 കഷ്ണം എന്ത് കഴിച്ചു? 65-ന്റെ ഇത് കഴിച്ചു നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് സെക്ഷൻ 66 ആണ് വരുന്നത്. സെക്ഷൻ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം ഹാക്കിംഗ് ആണ് അല്ലെ? ഹാക്കിംഗ് ആണ് സെക്ഷൻ 66-ൽ വരുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ഹാക്കിങ്ങുമായി നമുക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ സാധിക്കും. സെക്ഷൻ 66 ഏതാണ്? ഹാക്കിംഗ് ആണ്. അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും നമുക്ക് ഈ ഹാക്കിംഗ് എന്ന കാര്യത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനുള്ളത് 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയാണ്. 5 ലക്ഷം രൂപ പിഴയുമാണ്. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയാണ് ഈ ഹാക്കിങ്ങിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 66A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത ഒരു ഇതാണ്. അതായത് 2015 സുപ്രീം കോടതി അത് നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്ത ഒരു വകുപ്പാണ് ഈ 66A എന്ന് പറയുന്നത്. അത് മുമ്പ് സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് എന്നുള്ളതായിരുന്നു. അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കില്ല. അടുത്തത് 66B ആണ്. 66B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷ്ടിച്ച സാധനം നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. മോഷ്ടിച്ച സാധനം എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നതിനാണ് നമ്മൾ. അപ്പൊ B4 66B അല്ലേ? B എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുകയാണല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാം. മോഷ്ടിച്ച സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ട്. അതിപ്പോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതായിരിക്കില്ലേ? അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരാൾ എഴുതിയ പ്രോഗ്രാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കമ്പ്യൂട്ടർ തന്നെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ഭാഗങ്ങളോ എന്തെങ്കിലും അത് മോഷണം മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മോഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 66B എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് എല്ലാത്തിനും 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുള്ളൂ.
അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് സെക്ഷൻ 65. നിങ്ങളുടെ മനസ്സിൽ ഉറച്ചോ? സെക്ഷൻ 65 എന്താണ്? 65 എന്ന് പറയുമ്പോൾ ചിക്കൻ 65 കഴിച്ച് ടാപ്പ് തുറന്ന് കഴുകുന്നത് ഓർമ്മ വരാം. ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് നശിപ്പിക്കുകയോ കൃത്രിമത്വം കാണിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യാം. അതിനുള്ള ശിക്ഷ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ സെക്ഷൻ 66, അത് നിങ്ങൾ പഠിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 66 ഹാക്കിംഗ് ആണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും നമുക്ക് ഹാക്കിംഗ് ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. അതിന് വരുന്ന ശിക്ഷ 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയാണ് വരുന്നത് 66-ന്. പിന്നെ 66A എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. സുപ്രീം കോടതി അത് 2015 ആ സെക്ഷൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് അതിപ്പോൾ ഇല്ല, അതിനെക്കുറിച്ച് ചോദിക്കില്ല. ഇനി ചിലപ്പോൾ ചോദിക്കാം സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം, അല്ലാണ്ട് അത് എന്താണെന്നൊന്നും ചോദിക്കാൻ വഴിയില്ല. 66A ആണത്. ഇനി 66B എന്ന് പറയുമ്പോൾ ബി ഫോർ ബൈ, വാങ്ങിക്കുക. എന്ത് വാങ്ങിക്കുക? കുറ്റകൃത്യല്ലേ? അപ്പൊ അതായത് മോഷണം മുതൽ വാങ്ങിക്കുക. ഒരു സാധനം മോഷ്ടിച്ചതാണ്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം ആയിരിക്കും, അത് മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ വരുന്ന കുറ്റകൃത്യത്തെ കുറിച്ച് പറയുന്നതാണ് 66B എന്ന് പറയുന്നത്. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഇനി അങ്ങോട്ട് എല്ലാതും 3 വർഷം തടവും 1 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. അടുത്തത് 66C ആണ് പറയണത്. 66C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ്. അതായത് ഒരാളുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ മോഷ്ടിക്കാല്ലേ, അതായത് നമ്മൾ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനാണ് എന്തെന്ന് പറയാ 66C എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ അതിന് C ഫോർ കാർഡ് എന്ന് ഓർത്താൽ മതി. C ഫോർ കാർഡ് അല്ലെ, കാർഡ്. ഇപ്പൊ നമ്മ ATM കാർഡ് ആവാം, അല്ല നമ്മുടെ ഇപ്പൊ ID കാർഡ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ആവാം, എന്ത് കാർഡ് വേണമെങ്കിലും ആവാം. അത് ഒരു വ്യക്തിയുടേതാണ് അല്ലെ. ഓരോരുത്തർക്കും അവരവരെ സ്വന്തമായിട്ടുണ്ടാവും. എനിക്ക് എന്റേതായിരിക്കില്ല അടുത്ത ആൾക്കുള്ളത്, അടുത്ത ആൾക്ക് വേറെ സാധനം അല്ലേ ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ മോഷ്ടിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഒരാളുടെ വ്യക്തിഗത വിവരങ്ങൾ, നമുക്ക് ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും നമുക്ക് കിട്ടില്ലേ. അപ്പൊ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുക. ഇപ്പൊ അങ്ങനെ തന്നെ കാർഡ് മോഷ്ടിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരാൾ അയാളുടെ പാസ്വേഡ്, എന്തെങ്കിലും ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്, നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് ആ പാസ്വേഡ് നമ്മൾ മോഷ്ടിച്ചാലും എന്താണ്? അതും ഐഡന്റിക്കൽ തെഫ്റ്റ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് മോഷ്ടിക്കാൻ ഓർത്താൽ മതി. C ഫോർ കാർഡ് മോഷ്ടിക്കുക, ആധാർ കാർഡ് മോഷ്ടിക്കുക. അപ്പൊ അതായത് നമ്മൾ അയാളെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുകയാണ്. അതാണ് നമ്മുടെ 66C എന്ന് പറയുന്നത്. അവിടെയും തടവ് 3 വർഷം തടവും 1 ലക്ഷം രൂപ തന്നെയാണ് പിഴ എന്ന് പറയുന്നത്. ഇനി 66D എന്ന് പറയുമ്പോൾ എന്നെ ഓർക്കുക, ദീപ്തി, എന്നെ ഓർക്കുക. അതായത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുമായിട്ട് വേറെ ആരെങ്കിലും ചാറ്റ് ചെയ്യാണ്, ഞാൻ ദീപ്തിയാണ്, നിങ്ങളുടെ മിസ്സാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ എന്താണ് നടക്കുന്നത്? ആൾമാറാട്ടം അല്ലെ. മിക്കവരും ചെയ്യുന്നതാണ്. ഒരു വ്യാജമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ID ഒക്കെ ഉണ്ടാക്കിയിട്ട് വേറൊരാളെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജേന അല്ലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തും. അതാണ് 66D എന്ന് പറയുന്നത്, ആൾമാറാട്ടം. നമ്മൾ ഈ വ്യാജ ഐഡികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ വരും, 66Dയിൽ വരും. അവിടെയും ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവും 1 ലക്ഷം രൂപ തന്നെയാണ് പിഴ എന്ന് പറയുന്നത്. ഇനി 66E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മ എന്ന് പറഞ്ഞ് ഇളിച്ച് നിൽക്കാൻ നമ്മൾ എപ്പോഴാ? ഫോട്ടോ എടുക്കുമ്പോഴാണ് അല്ലെ. എന്ന് പറഞ്ഞിട്ട് ഇളിച്ച് നിൽക്കാൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴല്ലേ. അപ്പൊ നമ്മുടെ ഫോട്ടോ ആരെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ പകർത്തുക, അതെന്താണ്? അത് നമ്മുടെ സ്വകാര്യതയുടെ ലംഘനമാണ് അല്ലെ. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് 66E എന്ന് പറയുന്നത്. 66E എന്ന് പറയുന്നത് അവിടെ തടവ് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. അത് നമ്മളെ ഫോട്ടോ ആരെങ്കിലും നമ്മുടെ അനുവാദം ഇല്ലാണ്ട് പകർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ 32 പല്ലും അങ്ങോട്ട് അടിച്ചു തെറിപ്പിക്കും അല്ലേ, ഇല്ലേ? നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമ്മുടെ സ്വകാര്യതയിൽ കയറി ആരെങ്കിലും ലംഘനം ചെയ്ത് നമ്മൾ അയാളെ 32 പല്ലും അടിച്ചു തെറിപ്പിക്കുന്ന ഓർത്താൽ മതി. അപ്പം 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയാണ് അവിടെ വരുന്നത്. അടുത്തത് 66F ആണ്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വകുപ്പാണ് 66F എന്ന് പറയുന്നത്. കാരണം അത് സൈബർ ടെററിസം ആണ്. സൈബർ ടെററിസം അതായത് നമ്മൾ ടെററിസത്തിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഈ ഇതുകൾ ഉപയോഗിക്കുക, ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 66F എന്നുള്ള വകുപ്പിലാണ് വരിക. അതിന് ജീവപര്യന്തമാണ് ശിക്ഷ. ജീവപര്യന്തം വരെ. ഇപ്പൊ ചെറിയ ശിക്ഷയാണെങ്കിൽ ജീവപര്യന്തം കിട്ടില്ല, പക്ഷെ ജീവപര്യന്തം വരെ കിട്ടാവുന്ന ശിക്ഷയാണ് 66F എന്ന് പറയുന്നത്. ഇത്ര നിങ്ങൾ പഠിച്ചോ? ഒന്നാമത്തെ പറഞ്ഞ 65 ചിക്കൻ 65 കഴിച്ച് നിങ്ങൾ ടാപ്പ് തുറന്ന് കൈ കഴുകുകയാണ്. അപ്പൊ ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, കൃത്രിമത്വം കാണിക്കുക, മോഷ്ടിക്കുക, നശിപ്പിക്കുക, അതൊക്കെ വരുന്നത് 65-ലാണ് വരാം. ചിക്കൻ 65 അപ്പൊ സെക്ഷൻ 65-ലാണ് വരാം. 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുണ്ട്. 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുണ്ട്. നിങ്ങൾക്ക് 2 കഷ്ണേ കിട്ടിയുള്ളൂ കേട്ടോ. 2 കഷ്ണം ചിക്കൻ 65 കിട്ടിയുള്ളൂ. അപ്പൊ 2 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 66 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്ഷൻ 66 എന്താണ്? ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും നമുക്ക് ഈ ഹാക്കിങ്ങിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും. 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് ഹാക്കിങ്ങിനുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഹാക്ക് ചെയ്തു ഹാക്കറാണെന്നല്ല കേൾക്കാം.
അത് പഠിച്ചിരിക്കുക 66 ആണെന്നുള്ള കാര്യം. ഇനി 66A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത വകുപ്പാണെന്ന് ഓർത്ത് വയ്ക്കാം. 66B ഫോർ ബൈ ആണ്, വാങ്ങിക്കലാണ്. എന്ത് വാങ്ങിക്കുക? മോഷണം മുതൽ അത് മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിച്ചാലുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്നതാണ് 66B എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. ഇനി അങ്ങോട്ടെല്ലാം 1 ലക്ഷം രൂപ പിഴയുള്ളൂ കേട്ടോ. 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴ. ഇവിടെ എല്ലായിടത്തും 3 വർഷം തന്നെയാണ് തടവ് വരുന്നത്. സൈബർ ടെററിസത്തിന് മാത്രമേ ജീവപര്യന്തം ഉള്ളൂ, ബാക്കി എല്ലാത്തിനും 3 വർഷമാണ് തടവ് വരുന്നത്. പിഴയിൽ മാത്രം വ്യത്യാസമുള്ളൂ. അതിൽ ആദ്യം പറഞ്ഞ നമ്മുടെ ടാമ്പറിംഗ് ഓഫ് സോഴ്സ് കോഡ് അല്ലെ, നമുക്ക് 2 കഷ്ണം ചിക്കൻ 65 കിട്ടിയുള്ളൂ, അപ്പൊ 2 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങിന് കുറച്ച് കൂടുതലുണ്ട്, 5 ലക്ഷം രൂപ പിഴയുണ്ട്. പിന്നെ എല്ലാത്തിനും വരുന്നത് 1 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. അതിന് 66B നമ്മൾ മോഷ്ടിച്ച മുതൽ, മോഷണം മുതലാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിക്കുക, അതാണ് 66B എന്ന് പറയുന്നത്. അതിന് 3 വർഷം തടവും 1 ലക്ഷം രൂപയാണ് പിഴ. 66C എന്ന് പറയുമ്പോൾ കാർഡ് അല്ലെ, നമ്മൾ ആധാർ കാർഡോ എന്തെങ്കിലും കാർഡ്, ഇപ്പൊ നമ്മുടെ ID കാർഡ് മോഷ്ടിക്കുക. അപ്പൊ എന്താണ്? നമ്മുടെ വ്യക്തിഗത വിവരങ്ങളാണ് മോഷ്ടിച്ചുകൊണ്ടോണം അല്ലെ. അപ്പൊ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുക നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ കാർഡ് മോഷ്ടിക്കലല്ല, നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മുടെ പാസ്വേഡ്, നമ്മുടെ ID, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മോഷ്ടിക്കലാണ് മെയിൻ ആയിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. 66C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി തെഫ്റ്റ് 3 വർഷം തടവും 1 ലക്ഷം രൂപ തന്നെയാണ് പിഴ എന്ന് പറയുന്നത്. 66D എന്ന് പറയുമ്പോൾ ദീപ്തി, എന്നെ ഓർക്കാം നിങ്ങൾ, ഞാനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലും ചാറ്റ് ചെയ്യുക, ആൾമാറാട്ടം അല്ലെ, ആൾമാറാട്ടമാണ് 66D എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള വഞ്ചന അല്ലെ. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ സാധാരണ പറയണ ഫേസ്ബുക്ക് വ്യാജ ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാളുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് അയാളാണെന്ന് വ്യാജേന അല്ലെ, അതൊക്കെ നമ്മുടെ ഈ 66D വരും. അതിനും 3 വർഷം തടവും 1 ലക്ഷം രൂപ തന്നെയാണ് പിഴ എന്ന് പറയുന്നത്. ഇനി 66E എന്ന് പറയുമ്പോൾ ഇളിച്ചു നിൽക്കുകയാണ്. എന്തിനാണ്? ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെ. അപ്പൊ എന്റെ ഫോട്ടോ എന്റെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നത് എന്താണ്? എന്റെ സ്വകാര്യതയുടെ ലംഘനമാണ്. അപ്പൊ 66E എന്ന് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ 32 പല്ലടിച്ച് തീർപ്പിക്കും ഇല്ലേ. അപ്പൊ 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് വരുന്നത്. ഇനി 66F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സൈബർ ടെററിസം ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷയാണ്, കുറ്റകൃത്യമാണ് അത്. അതിന് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. ഇനി അടുത്തത് 67 ആണ്. 67 കൂടി പറഞ്ഞ് നമ്മൾ നിർത്തും, കാരണം എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ഇരിക്കില്ല. അതുകൊണ്ടാണ് 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള എന്തെങ്കിലും അശ്ലീലങ്ങൾ, അതായത് എന്ത് വേണമെങ്കിലും ആവും. ഇപ്പൊ മെസ്സേജ് ആയിരിക്കാം, മറ്റൊരാളിൽ അങ്ങനത്തെ ഒരു വികാരം ഉണർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാം, സൗണ്ട് വോയിസ് മാത്രം അയച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലാവും. മറ്റൊരാളിൽ അങ്ങനത്തെ ഒരു താല്പര്യം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു അശ്ലീലമായിട്ടുള്ള എന്ത് കണ്ടന്റും അങ്ങനെ അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ 67 എന്ന് പറയുന്നത്. 67 എന്ന് പറയുന്നത് മനസ്സിലായോ? ഇനി 67A ഉണ്ട്. 67A എന്ന് പറഞ്ഞാൽ സൈബർ പോണോഗ്രഫിയാണ്. സൈബർ പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇത്തരത്തിൽ ഈ മെസ്സേജ്, മറ്റേ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പോ ഒന്നും പറ്റില്ല. അവിടെ ഇപ്പോൾ എന്തെങ്കിലും ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ള, അതായത് കാണിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ചിത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കാം. അതാണ് സൈബർ പോണോഗ്രഫി എന്ന് പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയാണ്. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി അത് അയാൾ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ 5 വർഷം എന്നുള്ളത് 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി അടുത്തത് 67B എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, അതായത് പക്ഷെ ചൈൽഡ് പോണോഗ്രഫിയാണ്. അതിനുള്ള ശിക്ഷയും ഇത് തന്നെയാണ്. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയാണ്. വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ എന്ന് പറയുന്നത്. കിട്ടിയോ നിങ്ങൾക്ക് 67? മറ്റേത് പറഞ്ഞത് കിട്ടില്ലേ? 67 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 67 എന്ന് പറയുമ്പോൾ മറ്റൊരാളിൽ അങ്ങനത്തെ വികാരങ്ങൾ ഉണർത്തുന്ന രീതിയിലുള്ള എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ടെക്സ്റ്റ് മെസ്സേജ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ക്ലിപ്പ് ആവാം, ഇപ്പോൾ ചിത്രങ്ങളാവാം. അത്തരത്തിൽ അയച്ചു കൊടുക്കുന്നതിന് അത്ര ഭയങ്കര ഗുരുതരമല്ല, എങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണല്ലേ. അതിനൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണ ഈ മൊബൈലിൽ കണ്ടിട്ടില്ലേ, ഈ ചെറിയ പ്രായക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഇതൊക്കെ അയച്ചു കൊടുക്കണം, അതൊക്കെ ശരിക്കും തെറ്റാണ്, മനസ്സിലായ. അപ്പൊ അതാണ് 67 വരുന്നത്. ഇനി 67A എന്ന് പറഞ്ഞാൽ അത് സൈബർ പോണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികത പ്രകടമാക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് ഇപ്പോൾ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കാം,
അതാണ് സൈബർ പോണോഗ്രഫി എന്ന് പറയുന്നത്. അതിന് 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയാണ് വരുന്നത്. വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി അതിന്റെ കാര്യം കഴിഞ്ഞ് 67B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് പോണോഗ്രഫിയാണ്. ചൈൽഡ് ചെറിയ കുട്ടികളുടെ, അതായത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്നത്. അതിനും സെയിം ശിക്ഷ തന്നെയാണ്, 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. പിന്നെ അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഈ 72 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. 72 എന്ന് പറഞ്ഞ വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ആധാർ വിവരങ്ങൾ നമ്മൾ ചോർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും കേൾക്കാറുണ്ടല്ലേ. അത് നമ്മളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഡാറ്റാസ് നമ്മൾ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അയാൾ അത് കൃത്യമായി സൂക്ഷിക്കാത്തത് മൂലം, അയാളിപ്പോൾ കരുതി കൂട്ടി കൊടുത്തു എന്നല്ല, പക്ഷെ അയാൾ അത് കൃത്യമായി സൂക്ഷിക്കാത്തത് മൂലം അത് എന്ത് പറ്റാണ്, അതിന് കൃത്യമായി സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെടാം അല്ലെ, മറ്റൊരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റാം. അപ്പൊ അതിന്റെ ശിക്ഷകളാണ് നമ്മൾ 72 പറയണത്. ഇനി അതിനുള്ള നഷ്ടപരിഹാരമുണ്ട്. ഇപ്പൊ നമ്മളുടെ ഡാറ്റ അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാൾ നഷ്ടപരിഹാരം തരണം. ആ നഷ്ടപരിഹാരത്തെ കുറിച്ച് പറയുന്നത് 43A പറയുന്നത്. 43A നമുക്ക് തരുന്ന നഷ്ടപരിഹാരം. പിഴ അല്ല, നഷ്ടപരിഹാരം. പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്നതാണ്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ അതുകൊണ്ട് ഉണ്ടായത് അല്ലെ, അയാൾക്ക് നൽകേണ്ട അതാണ് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ 43A ആ നഷ്ടപരിഹാരത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹാക്കിങ്ങിനെ കുറിച്ച് 66 ഹാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇങ്ങനെ ഹാക്കിംഗ് സംഭവിച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും നാശം സംഭവിച്ചു, നമ്മളുടെ ഡാറ്റാസ് എന്തെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയും അയാൾ നമുക്ക് എന്ത് തരണം, നമുക്ക് ഇത് തരണം, എന്താ പറയുക, നഷ്ടപരിഹാരം തരണം. അതിനെക്കുറിച്ച് പറയുന്നത് 43 അപ്പൊ 43 43A പറയുന്നത് നഷ്ടപരിഹാരമാണ്, പിഴയല്ല, നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. 43 പറയുന്നത് ഹാക്കിംഗ് മൂലം നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസിനോ നമ്മുടെ എന്തെങ്കിലും ഇതിനോ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം നൽകേണ്ടതിനെ കുറിച്ചിട്ട് 43A എന്താണ് പറയുന്നത്, നമ്മളുടെ ഡാറ്റ അവർ കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് മൂലം അത് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നൽകേണ്ട നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് 43A പറയണത് അല്ലെ. ഈ 43A ബന്ധപ്പെട്ട വകുപ്പാണ് 72 പറഞ്ഞത്. അതായത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ, രഹസ്യ സ്വഭാവമുള്ള വിവരം, ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ശേഖരിച്ച് വെക്കുന്നതിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യാതെ അതിലെന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ബാങ്കുകാർ അത് കൃത്യം അറിഞ്ഞുകൊണ്ട് വേണമെന്നില്ല, അവരൊക്കെ അറിയാതെ അത് മിസ്സായി വേറെ ആരെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആര് നമുക്ക് അതിന് നഷ്ടപരിഹാരം തരണം, ബാങ്ക് നമുക്ക് നഷ്ടപരിഹാരം തരണം. ആ നഷ്ടപരിഹാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 43A പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. അതിനുള്ള ശിക്ഷകളെ കുറിച്ചിട്ടും അതിനുള്ള പിഴകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് 72 എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കറിയാം ഇതെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾ മൊത്തത്തിൽ തല പൊട്ടിയിരിക്കുന്ന, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ച് നിങ്ങൾ സാവധാനം എഴുതി സാവധാനം പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മനസ്സിലായേ? ഇനി വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് അടുത്ത ക്ലാസ് എടുക്കാനുള്ളൂ അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് എല്ലാവരും നല്ല ക്ലാസ്സാണ് മിസ്, അടുത്ത ഭാഗം കൂടി ഞങ്ങൾക്ക് എക്സാമിന് മുമ്പ് എടുത്ത് തരണം എന്ന് പറയുമ്പോഴാണ് അടുത്ത ക്ലാസ് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു നമുക്കൊരു ഇഷ്ടം ഉണ്ടാവാം. അല്ല, ഞാനൊരു വീഡിയോ ചെയ്തു, ആരും അതിന് കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരു വീഡിയോയ്ക്ക് നമുക്ക് പിന്നെയും അതിൻ്റെ തുടർച്ച ചെയ്യാനൊരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേറെ ഏതെങ്കിലും ടോപ്പിക്കിലേക്ക് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിലും ഇതെനിക്ക് മനസ്സിലായില്ല, എനിക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് കൃത്യമായി പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ കൂടി ഞാൻ ടെലഗ്രാമിൽ കൂടിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ കൂടിയാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. എന്തുണ്ടെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിലും അതും പറയണം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.